जयो राधा माधवा जयो कुंज बिहारी जयो राधा माधवा जयो कुंज बिहारी जय गोपी जनवल्लभा जय गिरिवरधारी जयो गिरिवरधारी जय गोपी जनवल्लभा जयो गिरिवरधारी जयो गिरिवरधारी जयो यशोदानंदना जयो ब्रजनरंजना जयो यशोदानंदना जयो ब्रजनरंजना जयो यमुना तीरवनचारी जयो कुंज बिहारी जयो यमुना तीरवनचारी जयो कुंज बिहारी हरे कृष्णा 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 हरे 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 राम 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 हरे 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 कृष्णा हरे कृष्णा 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 हरे 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 राम 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 हरे 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 कृष्णा 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 हरे 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 राम 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 हरे 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 कृष्णा 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 हरे 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 राम 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 हरे 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 कृष्णा कृष्णा जय राधा मीरा माधव राधा मीरा माधव राधे जय राधा मीरा माधव राधा मीरा माधव राधे प्रिया रुक्मणी देवी जय दोरा गदी रुक्मणी देवी जय दोरा गदी जय रुक्मणी देवी
जयोदरागवी रुक्मणी देवी जयोदरागवी जयो जगन्नाथा जयो जगन्नाथा बालदेवा जयो सुभद्रमाई जयो जगन्नाथा जयो जगन्नाथा बालदेवा जयो सुभद्रमाई जयो कृष्ण बालराम जयो कृष्ण बालराम कृष्ण बालराम जयो कृष्ण बालराम जयो कृष्ण बालराम जयो कृष्ण बालराम कृष्ण बालराम जयो कृष्ण बालराम जयो गौरामिता जयो गौरामिता गौरामिता जयो गौरामिता जयो गौरामिता जयो गौरामिता गौरामिता जयो गौरामिता जय जय प्रभुपाद 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 जय जय प्रभुपाद जय जय प्रभुपाद 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 जय जय प्रभुपाद जय जय गुरुदेव 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 जय जय गुरुदेव जय जय गुरुदेव 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 जय जय गुरुदेव हरिनाम संकीर्तन महायज्ञ की हरे कृष्ण महामंत्र युग धर्म की श्रीमद् भागवत भगवद गीता पढ़ने की श्रीला प्रभुपाद की जय श्री गुरुदेव की जय गौर ब्रह्मण हरि ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय नारायणं नमस्कृत्यं नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जायामुदीरये नष्टप्रायेषु भद्रेषु नित्यं भागवत सेवया भगवते अत्युत्तमश्लोके भक्तिर्भवति नैष्ठिकी मूकं करोति वाचालं पङ्गुं लङ्घयते गिरिं यत्कृपातमहं वन्दे श्रीगुरु दीनदारिणं परमानन्दमाधवं ശ്രീചൈതന്യമീശ്വരം ഹരേ കൃഷ്ണ. ശ്രീമദ് ഭഗവത്ഗീത അധ്യായം 1 കുരുക്ഷേത്ര യുദ്ധകളത്തിലെ സൈന്യ നിരീക്ഷണം എന്നുള്ള അധ്യായത്തിൽ 29ാമത്തെ ശ്ലോകമാണ്. ഭഗവാന്റെ കൃപ കൊണ്ട് ഭക്തന്മാരുടെ കൃപ കൊണ്ട് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ശ്ലോകം വായിക്കാം, ഭക്തന്മാരെ ഏറ്റു പറയുക. വേപദൂചാ ശരീരേ മേ, ചിലരേറ്റ് പറയും. വേപദൂചാ ശരീരേ മേ രോമഹർഷശ്ച ജായത്തെ രോമഹർഷശ്ച ജായത്തെ ഗാണ്ഡീവം സംസദേ ഹസ്താത് ഗാണ്ഡീവം സംസദേ ഹസ്താത് ത്വക്ചൈവ പരിദാഹ്യത്തെ ത്വക്ചൈവ പരിദാഹ്യത്തെ വേപദൂചാ ശരീരേ മേ വേപദൂചാ ശരീരേ മേ രോമഹർഷശ്ച ജായത്തെ രോമഹർഷശ്ച ജായത്തെ ഗാണ്ഡീവം സംസദേ ഹസ്താത് ഗാണ്ഡീവം സംസദേ ഹസ്താത് ത്വക്ചൈവ പരിദാഹ്യത്തെ ത്വക്ചൈവ പരിദാഹ്യത്തെ
വേപതൂച്ച ശരീരേ മേ രോമഹർഷച്ഛ ജായത്തെ ഗാണ്ഡീവം സംസദേ ഹസ്താ ത്വക്ചൈവ പരിദാഹ്യത്തെ. ആരെങ്കിലും ഒരാൾ വായി. വേപതുച്ച ശരീരേ മേ രോമഹർഷച്ഛ ജായത്തെ ഗാണ്ഡീവം സംസദേ ഹസ്താ ത്വക്ചൈവ പരിദാഹ്യത്തെ. ഒരാളും കൂടെ. വേപതുച്ച ശരീരേ മേ രോമഹർഷച്ഛ ജായത്തെ ഗാണ്ഡീവം സംസദേ ഹസ്താ ത്വക്ചൈവ പരിദാഹ്യത്തെ. വെരി ഗുഡ്. മേ ശരീരേ, ഏറ്റു പറയാം, എന്റെ ശരീരത്തിൽ വേപതൂച്ച വിറയലും രോമഹർഷച്ച രോമാഞ്ചവും ജായത്തെ ഉണ്ടാകുന്നു. ഗാണ്ഡീവം, ഗാണ്ഡീവം എന്ന വില്ല്, ഹസ്താത് കയ്യിൽ നിന്ന്, സംസദേ വഴുതി പോകുന്നു, ത്വക്ച ഏവ തൊലി തന്നെയും, പരിദഹ്യതേ ചുട്ടുനീറുന്നു. ഏറ്റു പറയാ, എന്റെ ശരീരം വിറയ്ക്കുകയും രോമാഞ്ചം ഉണ്ടാവുകയും ചെയ്യുന്നു. എന്റെ വില്ല് ഗാണ്ഡീവം കയ്യിൽ നിന്ന് വഴുതുന്നു, തൊലി ചുട്ടുനീറുന്നു. ഭാവാർത്ഥം. AC ഭക്തി വേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ് കി ജയ്. ശരീരത്തിന് വിറയും രോമാഞ്ചവും രണ്ടു കാരണങ്ങൾ കൊണ്ട് ഉണ്ടാവാം. ആധ്യാത്മികമായ ആനന്ദ അനുഭൂതി കൊണ്ടും ഭൗതിക സാഹചര്യങ്ങളിൽ നിന്ന് ഉളവാകുന്ന ഭയം കൊണ്ടും. അതീന്ദ്രിയ സാക്ഷാത്കാരം എന്നതിൽ അവയുണ്ടായത് ഭൗതികമായ ഭയം, മൃത്യുഭയം കൊണ്ട് തന്നെ. ഗാണ്ഡീവം എന്ന തന്റെ പ്രശസ്തമായ ധനുസ് കയ്യിൽ നിന്നും ഊർന്നു വീഴുന്നതും ഹൃദയത്തിലെ നീറ്റൽ തൊലിപ്പുറത്തെ അനുഭവപ്പെടുന്നതും അദ്ദേഹത്തിനുണ്ടായ അസ്വസ്ഥതയുടെ മറ്റു ലക്ഷണങ്ങളാണ്. ഇവയെല്ലാം ജീവിതത്തെക്കുറിച്ചുള്ള ഭൗതിക ചിന്താഗതികൾ മൂലമുണ്ടായവയാണ്. ഓം തത്സത്. ശ്രീല പ്രഭുപാദ് കി ജയ്. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മിലിതം യേന തസ്മൈ ശ്രീ ഗുരുവേ നമഃ. ശ്രീ ചൈതന്യ മനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപാ കഥാ മഹ്യം ദദാതി സ്വപദാന്തികം. വന്ദേഹം ശ്രീഗുരോ ശ്രീതപാദകമലം ശ്രീഗുരും വൈഷ്ണവാം ച ശ്രീരൂപം സാഗരജാതം സഗഗണ രഘുനാനിതം ത്വം സജീവം സാദ്വൈതം സാവധൂതം പരിജന സഹിതം കൃഷ്ണ ചൈതന്യദേവം ശ്രീ രാധാകൃഷ്ണപാദാൻ സഹലളിതാ ശ്രീ വിശാഖനിതാം ച. ഹേ കൃഷ്ണ കരുണാ സിന്ധോ ദീനബന്ധോ ജഗത്പതേ ഗോപേശ ഗോപിക കാന്ത രാധാ കാന്ത നമസ്തേ. സപ്തകാഞ്ചന ഗൗരാംഗീ രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനു സുതദേവി പ്രണമാമി ഹരി പ്രിയേ. നമോ മഹാവദന്യായ കൃഷ്ണ പ്രേമ പ്രദായതേ കൃഷ്ണായ കൃഷ്ണ ചൈതന്യ നാമിനേ ഗോദിശേ നമഃ. നമോ ബ്രാഹ്മണ ദേവായ ഗോ ബ്രാഹ്മണ ഹിതായ ച ജഗദ്ഗതായ കൃഷ്ണായ ഗോവിന്ദായ നമോ നമഃ. പഞ്ചകൽപതരൂപച്ച കൃപാ സിന്ധുഭേവ ച പദാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. നമോ ഓം വിഷ്ണുപാദായ കൃഷ്ണപ്രശ്നായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിനിധി നാമിനേ. നമസ്തേ സരസ്വതീ ദേവേ ഗൗരവാണി പ്രചാരണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശധാരണേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭോ നിത്യാനന്ദ
ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. നമോ ശ്രീമതി മഹാവിഷ്ണുസാം നമാമൂർധൻ നിജാനാരവിന്ദേ ശ്രീ ഭാഗവത പുസ്തകത്തെ പ്രചാരണ ലോകധാരണ ശ്രീല മഹാവിഷ്ണുസാം. ഹരേ കൃഷ്ണ. പ്രിയപ്പെട്ട ഭക്തജനങ്ങളെ, വളരെ സന്തോഷമുണ്ട് ഭഗവാന്റെ കൃപാകടാക്ഷം കൊണ്ട്. ഇന്ന് നമ്മൾ വീണ്ടും മനോഹരമായ ഒരു ഭഗവത്ഗീത സത്സംഗത്തിലേക്ക് ഒരുമിച്ച് കൂടിയിരിക്കുന്നു. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്നത് അധ്യായം 1 കുരുക്ഷേത്ര യുദ്ധക്കളത്തിലെ സൈന്യ നിരീക്ഷണം എന്നുള്ള അധ്യായത്തിൽ 29ാമത്തെ ശ്ലോകമാണ് നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്നത്. ഈ ശ്ലോകം പറയുന്നത് അർജുനനാണ്, അല്ലെ? ആണോ? ഈ ശ്ലോകം ആരാ പറയുന്നത്? അർജുനനാണ്. എന്റെ ശരീരം വിറയ്ക്കുകയും രോമാഞ്ചമുണ്ടാവുകയും ചെയ്യുന്നു. എന്റെ വില്ല് ഗാണ്ഡീവം കയ്യിൽ നിന്ന് വഴുതുന്നു, തൊലി ചുട്ടുനീറുന്നു എന്ന് പറയും. ഇതിൽ ഭാവാർത്ഥത്തിൽ ശ്രീലപ്രഭുപാദർ പറഞ്ഞിരിക്കുന്നു, ശരീരത്തിന് ഈ അവസ്ഥ ഉണ്ടാവുന്നത് 2 സാഹചര്യത്തിലാണ്. ഒന്നാമത്തെ സാഹചര്യം ആധ്യാത്മികമാണ്, അപ്പോഴും ഇതേപോലെ സംഭവിക്കും. രണ്ടാമത്തെ സാഹചര്യം ഭൗതികമാണ്, അപ്പോഴും ഇങ്ങനെ സംഭവിക്കും. ഇപ്പൊ അർജുനനുള്ളത് ഏത് സാഹചര്യമാണ്? ആധ്യാത്മികമായ അനുഭൂതിയാണോ ഉണ്ടായിരിക്കുന്നത്, അതോ ഭൗതികമായ അനുഭൂതിയാണോ ഉണ്ടായിരിക്കുന്നത്? പറയും. അതാ, അതായത് മൗനം വിദ്വാന് ഭൂഷണം. മൗനം വിഡ്ഢിക്കും ഭൂഷണം. കാരണം എന്താ? ശരിയല്ല, അങ്ങനെ കേട്ടിട്ടില്ലേ? അതായത് ഒരാൾ സംസാരിച്ചാൽ നമുക്ക് മനസ്സിലാവും അയാൾ ഒരു വിദ്വാനാണോ അയാൾ ഒരു വിഡ്ഢിയാണോ, അല്ലെ? രണ്ടുപേർക്കും മൗനം നല്ലതാണ്. കാരണം നിറകുടം തുളുമ്പില്ല. അതുകൊണ്ട് ഒരുപാട് അറിവ് വന്നതുകൊണ്ട് അദ്ദേഹത്തിന് ഒന്നും മിണ്ടത്തില്ല, ഡിസിപ്ലിൻ ഉണ്ടാവും. ഒരു അറിവില്ലാത്തത് കൊണ്ട് മിണ്ടാതിരിക്കും, അല്ലെ? ഒന്നും പറയാനില്ല, ആവശ്യത്തിനെ കുറിച്ച് ABCD അറിഞ്ഞോളൂ, അതുകൊണ്ടും മിണ്ടാതിരിക്കും, അല്ലേ? അതാ എന്നതുപോലെ ഇന്ന് ഇപ്പോ ഇവിടെ പ്രിയപ്പെട്ട അർജുനന് ഉണ്ടായിരിക്കുന്ന വിചാരങ്ങൾ ഒരേ സമയത്ത് ആധ്യാത്മികമായ നിലവാരത്തിലും ഉണ്ടാവുന്ന അനുഭൂതികളാണ്, അതേ സമയത്ത് ഭൗതികമായ രീതിയിൽ ഉണ്ടാവുന്ന അനുഭൂതികളാണെന്ന് ഇവിടെ പറഞ്ഞു. എന്തായാലും അർജുനന് ഇപ്പൊ ഉണ്ടായിരിക്കുന്ന ഈ അനുഭൂതി ഭൗതികമായ അനുഭൂതിയാണോ ആധ്യാത്മികമായ അനുഭൂതിയാണോ? ഭൗതികമായ അനുഭൂതിയാണ്. നമ്മള് കഴിഞ്ഞ 3-4 ശ്ലോകം നമ്മള് ഒന്നിന് പുറകെ ഒന്നെന്ന് വായിച്ചു നോക്കുമ്പോൾ നമുക്ക് ഇതെല്ലാം ഏകദേശം ഒരേ ടോപ്പിക്കിനെ കുറിച്ച് പറയുന്നതാണ് നമുക്ക് തോന്നുന്നത്. ആണോ അല്ലയോ? ഞാൻ ഉദാഹരണത്തിന് വായിക്കാം. 4-5 ശ്ലോകത്തില് ഒരേ ടോപ്പിക്ക് പോലെ പറയുക. സഞ്ജയൻ പറഞ്ഞു 24ാമത്തെ ശ്ലോകം, ഹേ ഭാരതപുത്ര, അർജുനന്റെ വാക്കുകൾ കേട്ടിട്ട് കൃഷ്ണ ഭഗവാൻ ശ്രേഷ്ഠമായ ആ രഥത്തെ ഇരു സൈന്യങ്ങളുടെ നടുവിൽ കൊണ്ട് നിർത്തി. 25ാമത്തെ ശ്ലോകം പറയുന്നു, ഭീഷ്മദ്രോണാദികളുടെയും മറ്റു രാജാക്കന്മാരുടെ മുന്നിൽ വെച്ച് ഭഗവാൻ ഇങ്ങനെ പറഞ്ഞു, പാർത്ഥ, ഇവിടെ ഒത്തുകൂടിയ കുരുവംശജരെ ഒന്ന് നോക്കൂ. 26ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു, ആ യുദ്ധരംഗത്തിൽ ഇരു സൈന്യങ്ങളുടെ മധ്യത്തിൽ ഭൃത്യതുല്യരെയും പിതാമഹന്മാരെയും ഗുരുജനങ്ങളെയും മാതുരന്മാരെയും സഹോദരന്മാർ, മക്കൾ, പൗത്രന്മാർ, സുഹൃത്തുക്കൾ, ഭാര്യാപിതാക്കൾ എന്നിവരെയും അർജുനൻ കണ്ടു. അടുത്ത 27ാം ശ്ലോകത്തിൽ ഇങ്ങനെ പലവിധത്തിലും തനിക്ക് ബന്ധുക്കളായുള്ളവരെ അവിടെ കണ്ടപ്പോൾ കരുണാഭരിതനായി തീർന്ന കുന്തിപുത്രൻ പറഞ്ഞു. അടുത്തത് 22ാം ശ്ലോകത്തിൽ അർജുനൻ പറഞ്ഞു, യുദ്ധത്തിന് ഒരുങ്ങി വന്നിട്ടുള്ള ഈ ബന്ധുമിത്രാദികളെ കണ്ടിട്ട് എന്റെ അവയവങ്ങൾ തളരുന്നു, മുഖം വരളുന്നു. ഏകദേശം ഒരേപോലത്തെ ശ്ലോകം ആണ്, നോക്കണം. അടുത്ത ശ്ലോകത്തിൽ ഇന്ന് പറയുന്നു, 29ാം ശ്ലോകത്തിൽ എന്റെ ശരീരം വിറയ്ക്കുകയും രോമാഞ്ചം ഉണ്ടാവുകയും ചെയ്യുന്നു, എന്റെ വില്ല് ഗാണ്ഡീവം കയ്യിൽ നിന്നും വഴുതുന്നു, തൊലി ചുട്ടുനീറുന്നു. ഇപ്പൊ വായിച്ചു നോക്കുമ്പോൾ ഏകദേശം എല്ലാം ഒരേപോലത്തല്ലേ, വീണ്ടും ഒരേ ടോപ്പിക്കിനെ കുറിച്ചല്ലേ പറയുന്നതെന്ന് നമുക്ക് തോന്നും. അല്ല, അതായത് ഓരോ ശ്ലോകത്തിനെയും രാജകീയമായി നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയും. ഈ ശ്ലോകത്തിനെ കുറിച്ച് പല ഡ്യൂട്ടീസും ക്ലാസ് എടുത്തിട്ടുണ്ട്. ഓരോ ഡ്യൂട്ടിയുടെ ക്ലാസ് കേൾക്കുമ്പോഴും നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. ഇതിനൊക്കെ ഇത്രയും അർത്ഥങ്ങളുണ്ടോ എന്ന് തോന്നിപ്പോകും. ഒരേ ശ്ലോകത്തിനെ കുറിച്ച് പല ഡ്യൂട്ടീസും പല ആംഗിളിൽ നിന്നും ക്ലാസ് എടുക്കുന്നുണ്ട്. നമ്മൾ ഒരു പ്രാവശ്യം ഭഗവത്ഗീത വായിക്കുമ്പോൾ അതിന് കിട്ടുന്ന ശ്ലോകത്തിന് അർത്ഥം ഒരു മീനിങ് ആണെങ്കിൽ ഒരു റൗണ്ട് ഭഗവത്ഗീത വായിച്ചിട്ട് വീണ്ടും അത് വായിക്കുമ്പോൾ അതേ ശ്ലോകത്തിന് നമുക്ക് വേറെ അർത്ഥമാണ് മനസ്സിലാവുന്നത്.
5000 വർഷങ്ങൾക്ക് മുമ്പാണ് ഭഗവത്ഗീത ഉപദേശിച്ചെങ്കിൽ കൂടിയും ഇന്നും ആ ഓരോ ശ്ലോകത്തിനും അതിൻ്റെതായ അർത്ഥവ്യാപ്തിയുണ്ട്. അതിന് കാരണം ഇതൊരു ദിവ്യമായ ഗ്രന്ഥമാണ്. ഇതിനകത്ത് ഒരുപാട് നിഗൂഢ അർത്ഥങ്ങളുണ്ട്. അത് ശരിക്കും നമ്മൾ പഠിക്കുക അത് വെളിവായിക്കൊണ്ടേയിരിക്കും. ഓക്കെ, അപ്പൊ ഇന്നത്തെ ശ്ലോകത്തില് ഒരു വിശാലമായ ഒരു ലോകമാണ് ശരിക്കും ഭഗവാൻ നമുക്ക് കാണിച്ചു തരും. അതെന്തെന്ന് വെച്ചാല് നമ്മൾ മനസ്സിലാക്കേണ്ടത് അർജുനൻ ഇവിടെ ഈ ശ്ലോകത്തിനെ കുറിച്ച് 3-4 കാര്യങ്ങൾ പറയണം. അതിൽ ഒന്ന്, അർജുനന്റെ കർത്തവ്യം എന്താണ്? ഇങ്ങനെ തളർന്നു പോകുന്ന കർത്തവ്യത്തിലാണോ അദ്ദേഹം നിൽക്കുന്നത്? അല്ല. അപ്പോ നമ്മള് 4 വർണ്ണ ആശ്രമ വ്യവസ്ഥയെ കുറിച്ച് പറയാം. അർജുനൻ എന്ന് പറയുന്നത് ഒരു ക്ഷത്രിയനാണ്. ക്ഷത്രിയൻ എന്ന് പറയുമ്പോൾ അത് ബ്രാഹ്മണൻ പറയൂ. മൊത്തം ഈ ലോകത്തിന് നമുക്ക് 4ആയി തിരിക്കാം. എന്താണ്? അവരുടെ പ്രവർത്തനം അനുസരിച്ച് കേട്ടോ. പ്രവർത്തനവും ഗുണകർമ്മ വിഭാഷിത. ഗുണവും കർമ്മവും കൊണ്ടാണ് അവർ ഏതെങ്കിലും ഒരു പ്രവൃത്തിയിൽ ഏർപ്പെടുന്നത്, ഏതൊരു വ്യക്തി. അതിൽ ഒന്ന് ബ്രാഹ്മണിക്കൽ ക്വാളിറ്റീസ്, പിന്നെ ക്ഷത്രിയ ക്വാളിറ്റീസ്, പിന്നെ വൈശ്യ ക്വാളിറ്റീസ്, പിന്നെ ശുദ്ര ക്വാളിറ്റീസ്. ഓക്കെ, ശരി. നമ്മള് ഈ ഒരു 4 എണ്ണത്തിൽ നമ്മൾ ഏത് ഗണത്തിലാണ് വരുന്നത്? ആലോചിച്ച് നോക്കുമ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു ഗണത്തിലായിരിക്കും നമ്മൾ വരുന്നത്. ഏത് ഗണത്തിലാണോ നമ്മൾ വരുന്നത് ആ ഗണത്തിലുള്ള കർത്തവ്യം നമുക്ക് അനുഷ്ഠിച്ചേ പറ്റത്തുള്ളൂ. ശരിയല്ലേ? അതാണ്. പണ്ട് രാജാഭരണമായിരുന്നു അല്ലേ? പണ്ട്. ഇപ്പോഴാണ് എന്തായത്? ഇപ്പോഴാണ് ജനാധിപത്യ ഭരണം ഉണ്ടായത്. പണ്ട് രാജാവിന്റെ സന്നിധിയിൽ ആരായിരുന്നു? രാജാവ് തന്നെയായിരുന്നു. രാജാവ് ഉടനെ അപ്പൊ തന്നെ ശിക്ഷ വിധിക്കുകയാണ്. അപ്പൊ ജഡ്ജ് ആരായിരുന്നു? രാജാവ് തന്നെ. അന്ന് ഒരു പക്ഷേ നമുക്ക് വേണമെങ്കിൽ പറയാൻ അത്രയും ജനസംഖ്യ ഇല്ലെന്ന് വേണം പറയാൻ. അതുകൊണ്ട് ഒറ്റയ്ക്ക് ഒരാളെ കൊണ്ട് തന്നെ ജഡ്ജായിട്ടും രാജാവായിട്ടൊക്കെ നിന്ന് ചെയ്യാൻ പറ്റും എന്ന് പറയാം. ഇന്ത്യൻ പ്രസിഡന്റ് തന്നെ ജഡ്ജായുള്ള അവസ്ഥ എന്താണ്? അല്ലേ? അപ്പോ ഇത്രയും ജനസംഖ്യക്കിടയിൽ അത് പറ്റത്തില്ലാത്തതുകൊണ്ട് ജഡ്ജിനെ സെപ്പറേറ്റ് നിയമിച്ചിട്ടുണ്ട്. ഓക്കെ. പണ്ട് രാജാവിന്റെ ഫ്രണ്ടില് ഈ പറഞ്ഞ ആൾക്കാർ കുറ്റവാളികൾ വരുമ്പോ ഒരേ കുറ്റം ചെയ്ത ആൾക്കാർക്ക് വ്യത്യസ്ത ദണ്ഡന രാജാവ് കൊടുത്തു. എന്താണ് കാരണം? ഒരേ തെറ്റ് ഒരു 4-5 പേര് ഒരുമിച്ച് ചെയ്യും. പക്ഷെ ആ തെറ്റിന് പണിഷ്മെന്റ് ഓരോരുത്തർക്കും ഓരോന്ന്. അങ്ങനെ യുധിഷ്ഠിര മഹാരാജാവിന്റെ സന്നിധിയിൽ ഒരു തെറ്റ് ചെയ്തിട്ട് വന്ന ഒരു 4-5 ആൾക്കാരെ ഓരോരുത്തർക്കും ഓരോ പണിഷ്മെന്റ് ആണ് കൊടുത്തത്. യുധിഷ്ഠിരൻ ധർമ്മരാജാവാണ് അല്ലേ? ധർമ്മം എന്തുകൊണ്ട് അങ്ങനെ ചെയ്തു? എന്തുകൊണ്ടെന്ന് വെച്ചാല് ഒരു ബ്രാഹ്മണിക്കൽ നിലവാരമുള്ള ഒരു വ്യക്തി എല്ലാ കാര്യവും അറിയുന്ന ആളാണ്. അയാൾ ഒരു തെറ്റ് ചെയ്താൽ അറിഞ്ഞു ചെയ്യുന്ന തെറ്റാണ്. അതിന് പണിഷ്മെന്റ് കൂടുതലാണോ കുറവാണോ? ഒരു ക്ഷത്രിയൻ ബ്രാഹ്മണന്റെ അത്ര നിലവാരത്തിൽ മാനസികമായിട്ട് എത്തിയിട്ടില്ലെങ്കിൽ കൂടിയും ബ്രാഹ്മണൻ കഴിഞ്ഞ ഏറ്റവും കൂടുതൽ അറിവും ഒക്കെ ഉള്ളത് ഒരു ക്ഷത്രിയനാണ്. അപ്പൊ അയാൾ ഒരു തെറ്റ് ചെയ്താൽ ബ്രാഹ്മണന് കൊടുത്താതെ ശിക്ഷ വേണമെന്നില്ല. ഇത് തൊട്ടടുത്ത ഒരു അല്പം കടുത്ത ശിക്ഷ തന്നെ ക്ഷത്രിയനാവാം. ക്ഷത്രിയ ക്വാളിറ്റി ഉള്ള ആളാണ്. വൈശ്യന് വലിയ വിദ്യാഭ്യാസം ഒന്നും ബ്രാഹ്മണനെയോ ക്ഷത്രിയനെ പോലെ ഇല്ല. അതുകൊണ്ട് തന്നെ അവർക്ക് കൊടുക്കുന്ന പണിഷ്മെന്റ് അത്രത്തോളം വലിപ്പത്തിൽ വേണമെന്നില്ല. അതേ തെറ്റ്. എന്നാൽ ശുദ്രന് യാതൊരു ബോധവും ഇല്ല. ബുദ്ധിയോ ബോധമോ വിവരോ വിദ്യാഭ്യാസമോ ഉള്ള ആളല്ല സാധാരണ ശുദ്രന്റെ ആക്ടിവിറ്റീസ് ജോലിയിൽ ഏർപ്പെടുന്നത്. അപ്പൊ അയാൾക്ക് ഒരു ബ്രാഹ്മണന് കൊടുക്കാൻ പറ്റുന്ന പാകത്തിലുള്ള കഠിനമായ ശിക്ഷ കൊടുക്കേണ്ട ആവശ്യം ഇല്ല. ഉദാഹരണത്തിന് അങ്ങനെ പറയുന്നത് ശരിയാണോ? ശരിയാണോ? ഒരു അമ്മയ്ക്ക് അച്ഛനും 4 മക്കളാണ്. ഒരാൾ മൂത്ത, രണ്ടാമത്തത് കുറച്ച് ഇളയത്, മൂന്നാമത് കുറച്ചുകൂടി ഇളയത്, ലാസ്റ്റ് തീരെ പൊടിക്കുട്ടി, LKG കുട്ടി. ഓക്കെ, ഇവരെല്ലാരും കൂടെ ചേർന്ന് ഏതോ ഒരു തെറ്റ് ചെയ്തെന്ന് വെച്ചോളെ അല്ലെ? അമ്മ ആർക്ക് അടി കൊടുക്കും? മൂത്ത ആളിനെ നല്ല സ്ട്രോങ് അടി ചമക്കാന്ന് അടിച്ചു കൊടുക്കും, ആണല്ലയോ? പക്ഷെ അത്രത്തോളം കടുപ്പത്തിലായിരിക്കൂല രണ്ടാമത്തെ ആള്. മൂന്നാമത്തെ ആളിനെ കുറച്ചുകൂടി സോഫ്റ്റ് അടി. ലാസ്റ്റ് ആളിനെ ഒരു ഒറ്റ വിരട്ട്, നുള്ളിക്കളയും. അടിച്ചളയെന്ന് പറഞ്ഞ വിരട്ട് അടിയില്ല. എല്ലാം കൂടെ ഇരുന്ന് കരയൊക്കെ ചെയ്യും അല്ലേ? എന്താണ്? ഒരേ തെറ്റല്ലേ എല്ലാരും ചെയ്തത്. അമ്മ എന്തിനാ പണിഷ്മെന്റിൽ വ്യത്യാസം വരുത്തിയിരിക്കുന്നത്? മൂത്ത ആളിന് കുറച്ചുകൂടെ അറിവുണ്ട്, അപ്പൊ അവൻ ഇത് ചെയ്യാൻ പാടില്ല. മാത്രമല്ല മൂത്ത ആൾ ചെയ്താൽ മൂത്ത ആളിനെ കണ്ട് ഇളയാളും ലാസ്റ്റ് ആളൊക്കെ പഠിക്കും. അപ്പൊ മൂത്ത ആൾ മാതൃക ആവേണ്ടതാണ്. ബ്രാഹ്മണൻ മാതൃകയാണ് ലോകത്തിന്. അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ഒരു തെറ്റ് പറ്റരുത്, പറ്റാൻ പാടില്ല. ഗുരുവിനെ ഒന്നെങ്കിൽ ശിഷ്യൻ 51,
ഗുരുവിന് ഒരു തെറ്റ് പറ്റിയ ശിഷ്യന് 51 തെറ്റ് പറ്റും. അപ്പൊ അങ്ങനെ പറ്റാൻ പാടില്ല. ശരിയല്ലേ? അപ്പൊ ആ പണിഷ്മെന്റിലെ വ്യത്യാസം വരുന്നത് നല്ലതാണോ ചീത്തയാണോ? നല്ലതാണ്. മനസ്സിലായോ? എന്നതുപോലെ ഇവിടെ അർജുനൻ ക്ഷത്രിയനാണ്. ക്ഷത്രിയന്റെ കർത്തവ്യം എന്ന് പറയുന്നത് സോറി, ആദ്യം ഞാൻ പറയാം. ബ്രാഹ്മണന്റെ കർത്തവ്യം എന്ന് പറയുന്നത് ലോകത്തിലുള്ള ആൾക്കാരെ അവരുടെ ജീവിതത്തിൽ ഭഗവാന്റെ സ്ഥാനം എത്രത്തോളം വലിപ്പമുള്ളതാണ് എന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കുന്ന ജോലി ബ്രാഹ്മണനുള്ളതാണ്. ബ്രാഹ്മണന്റെ ജോലി ജനങ്ങളെ ഭഗവാനിലേക്ക് ആനയിക്കുകയാണ്. മനസ്സിലായോ? ബ്രാഹ്മണന്റെ ജോലി എന്താണ്? എല്ലാ ജനങ്ങളെയും ഭഗവാനിലേക്ക് ആനയിക്കുക. അദ്ദേഹം പറഞ്ഞു കൊടുക്കേണ്ട ജോലി, ദിസ് ഈസ് നോട്ട് യുവർ പെർമനന്റ് പ്ലേസ്. നിങ്ങൾ ഇവിടെ താമസിക്കുന്ന ഈ ഭൂലോകം നിങ്ങളുടെ പെർമനന്റ് സ്ഥലമല്ല എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തി കൊടുക്കും. മരണത്തിന് മുമ്പും ജനനത്തിന് മുമ്പ് നമുക്കൊരു ജീവിതം ഉണ്ടായിരുന്നെന്നും ഇപ്പൊ നമ്മൾ ഇവിടെ ഉണ്ടെന്നും മരണത്തിന് ശേഷവും നമ്മൾ ഇവിടെ വിട്ടു പോകേണ്ടതുണ്ട് എന്നും ഈ ലോകത്തിൽ എല്ലാവർക്കും മനസ്സിലാക്കി കൊടുക്കുന്ന ജോലിയാണ് ആർക്കുള്ളത്? ബ്രാഹ്മണനുള്ളത്. ഓക്കെ, അത് ഭഗവാനെ അനുസരിച്ച് നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുകയാണെങ്കിൽ നമ്മൾ വൈകുണ്ഠ ലോകത്തിലേക്കും ഗോലോക വൃന്ദാവനം എന്നുള്ള ഭഗവാന്റെ ദിവ്യധാമത്തിലേക്ക് പോകാൻ പറ്റുമെന്നും, പാപമാണ് ചെയ്യുന്നതെങ്കിൽ നരകത്തിൽ തള്ളപ്പെടുമെന്നും, പുണ്യം ചെയ്ത പ്രവർത്തകർ സ്വർഗലോകം പോലത്തെ ഒരു ലോകങ്ങളിലേക്ക് പോയിട്ട് വീണ്ടും ഈ ഭൂമിയിൽ ജനിക്കേണ്ടി വരുമെന്നും, ജനനമരണ ചക്രത്തിന് പുറത്തുകളൊക്കെ കറക്കണമെങ്കിൽ വൈകുണ്ഠത്തിൽ പോയാൽ മാത്രമേ വീണ്ടും ഒരു ജനനം ഇല്ലാതിരിക്കത്തുള്ളൂ, കുണ്ടങ്ങൾ ഇല്ലാതിരിക്കത്തുള്ളൂ എന്ന് മനസ്സിലാക്കി കൊടുക്കുന്ന ജോലിയാണ് ആർക്കുള്ളത്? ഒരു ബ്രാഹ്മണനുള്ളത്. ഓക്കെ, അങ്ങനെ ബ്രാഹ്മണന് ഈ ലോകത്തിൽ നല്ല രീതിയിൽ ജനങ്ങളെ പഠിപ്പിക്കാനുള്ള സാഹചര്യം ഒരുങ്ങുന്നുണ്ടോ, അതിന് വല്ല ഡിസ്റ്റർബൻസ് ഉണ്ടോ എന്ന് നോക്കി അതിന് ഓർഗനൈസർ ആയിട്ട് നിന്ന് കാര്യങ്ങൾ ഓർഗനൈസ് ചെയ്യുന്ന ജോലിയും പ്രൊട്ടക്ഷൻ കൊടുക്കുന്ന ജോലിയും ആർക്കാണുള്ളത്? ക്ഷത്രിയനാണുള്ളത്. മനസ്സിലാവും? അപ്പൊ ഓർഗനൈസർ ആരാണ്? ഓർഗനൈസർ ക്ഷത്രിയനാണ്. പ്രവചനം കൊടുക്കുന്ന ആരാണ്? ബ്രാഹ്മണനാണ്. ബ്രാഹ്മണന് നല്ല പ്രവചനം കൊടുക്കാൻ വേണ്ടിയുള്ള പ്രൊട്ടക്ഷനും സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കുന്ന ജോലി, പ്രൊട്ടക്ഷൻ കൊടുക്കുന്ന ജോലി ആർക്കുള്ളതാണ്? ക്ഷത്രിയർക്കുള്ളതാണ്. വരൂ ക്ഷത്രിയർക്കുള്ളതാണ്. സ്വാഗതം സ്വാഗതം സ്വാഗതം. യാത്ര പോകുന്നു കേട്ടു. വരൂ. എല്ലാ സൗഭാഗ്യം പോകുന്നുണ്ടെങ്കിൽ നന്നായിരിക്കും. അപ്പൊ ഓൺലൈൻ ക്ലാസ്സിന്റെ ലിങ്ക് നമ്മൾ അയച്ചു. അല്ല, ഈ ഗ്രൂപ്പിൽ ഇടണ്ടെന്നാണ് സാറ് പറഞ്ഞത്. അപ്പൊ ഞാൻ അതിന്റെ ലിങ്ക്, ഒരു ഒറ്റ ലിങ്കേ ഉള്ളൂ എപ്പോഴും. അപ്പൊ ആ ലിങ്കിൽ എന്നും കയറാം. അപ്പൊ ദൂരെ ആണെങ്കിലും വരാമല്ലോ, ക്ലാസ്സിൽ കയറാം, നാമം ജപിക്കണം, പുസ്തകം വായിക്കും, ഭഗവത്ഗീത പാഠം വയ്ക്കും. ഹരേ കൃഷ്ണ. നന്നായിരിക്കും. വരും. ഓ ഷുവർ. നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന വ്യക്തിക്ക് ഇപ്പോ ഡെന്റൽ കോളേജിൽ അല്ലേ പോസ്റ്റ് ഗ്രാജുവേറ്റിന് അഡ്മിഷൻ കിട്ടി, തൊടുപുഴയിലേക്ക് പോകുന്നു അല്ലേ? ശരി, സന്തോഷമായിട്ട് പോയിട്ടോ, പഠിക്കണം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അപ്പോ നന്നായി പഠിക്കട്ടെ, നന്നായി രക്ഷപ്പെടണം. ഇപ്പൊ ഓൺലൈനൊക്കെ ഉള്ളത് കൊണ്ട് എത്ര ദൂരെ ഇരുന്നാൽ നമുക്ക് ക്ലാസ് അറ്റൻഡ് ചെയ്യാം. അപ്പൊ ക്ഷത്രിയന്റെ ജോലി ഓർഗനൈസിങ് ആണ്. എന്തിന്റെ ഓർഗനൈസിങ്? ജനങ്ങളെ ഭഗവാനിലേക്കുള്ള യാത്രയിൽ ബ്രാഹ്മണന്മാര് അവരെ നയിക്കുമ്പോൾ അവർക്ക് വേണ്ട പ്രൊട്ടക്ഷനും സൗകര്യങ്ങളും എത്തിച്ചു കൊടുക്കുന്ന ജോലി. പ്രൊട്ടക്ഷൻ, സൗകര്യം എത്തിച്ചു കൊടുക്കുന്ന ജോലി ആർക്കാണ്? ക്ഷത്രിയർ. അതിന് ക്ഷത്രിയർക്ക് ഭഗവാൻ എക്സ്ട്രാ ഒരു കപ്പാസിറ്റി കൊടുത്തിട്ടുണ്ട്. എന്താണെന്ന് അറിയാമോ? ബ്രാഹ്മണർക്ക് ഇതൊക്കെ പറഞ്ഞു കൊടുക്കാൻ ഉള്ള കപ്പാസിറ്റി ഭഗവാൻ കൊടുത്തിട്ടുണ്ട്. അതാണ് ബ്രഹ്മജ്ഞാനം. ബ്രഹ്മജ്ഞാനമുള്ള ആളാരാണ്? ബ്രാഹ്മണൻ. ബ്രഹ്മജ്ഞാനമുള്ള ആളാണ് ബ്രാഹ്മണൻ അല്ലെ? ജ്ഞാനമുണ്ട്. അത് ആർക്ക് കൊടുക്കുന്നു? ഈ ലോകത്തിന് വിതരണം ചെയ്യുന്നു. ആര്? ബ്രാഹ്മണൻ. ക്ഷത്രിയന് ഈ പ്രൊട്ടക്ഷനും ഓർഗനൈസിങ് ചെയ്യാൻ വേണ്ടി എക്സ്ട്രാ ഒരു ഗുണം ആര് കൊടുത്തിട്ടുണ്ട്? ഭഗവാൻ കൊടുത്തിട്ടുണ്ട്. എന്താണത്? ശക്തി, കായിക ബലം. ആർക്കുണ്ട്? ബ്രാഹ്മണനേക്കാളും കൂടുതൽ ക്ഷത്രിയനായിരിക്കും. കായിക ബലം. ശക്തന്റെ ശക്തി അശക്തന്റെ രക്ഷയ്ക്ക് വേണ്ടി പ്രയോജനപ്പെടുത്തണം. കേട്ടിട്ടുണ്ടോ? ശക്തന്റെ ശക്തി അശക്തന്റെ രക്ഷയ്ക്ക് വേണ്ടി പ്രയോജനപ്പെടുത്തണം. അതിനാണ് ശക്തി ആർക്ക് കൊടുത്തിരിക്കുന്നത്? ആ ശക്തന് ഭഗവാൻ കൊടുത്തിരിക്കുക. അല്ലാതെ സ്വന്തം ഇഷ്ടത്തിന് ആ ശരീരം ഉപയോഗിക്കാനല്ല. മനസ്സിലായി? നമുക്ക് ഈ ശരീരം തന്നിരിക്കുന്നതെല്ലാം നമുക്ക് വേണ്ടി അല്ല, പരോപകാരാർത്ഥം കൃഷ്ണസേവനം ചെയ്യാൻ വേണ്ടിയാണ് നമുക്ക് ഈ ശരീരം തന്നത്. അതേപോലെ അമിത ശക്തി ഉള്ളവരാണ് ആര്? ക്ഷത്രിയർ. സാധാരണ ഓർഡിനറി പീപ്പിളിനേക്കാൾ കൂടുതൽ കായികപരവും ശക്തിയും ആംബിയറൊക്കെ ഉണ്ടാവും. നിങ്ങൾ കണ്ടിട്ടില്ലേ? പോലീസുകാരന്മാരെ കണ്ടാലേ അറിയാം ഒരു
ഒരു എടുപ്പ്, ശരീരത്തിൽ ഒരു എടുപ്പുണ്ടാവും അല്ലെ. അത്ലറ്റ്സിനെ കണ്ടിട്ടുണ്ടോ? അത്ലറ്റ്സിനെ കണ്ടിട്ടുണ്ടോ? നല്ല പൊക്കം കാണും. ഈ വോളിബോൾ കളിക്കുന്നവർക്ക് എക്സ്ട്രാ ഒരു നമ്മുടെ തലയുടെ മേളിലൊരു തല വെച്ച പോലെ അത്രയ്ക്ക് നല്ല പൊക്കമുണ്ട് അല്ലെ. എന്നതുപോലെ ക്ഷത്രിയന്മാർക്ക് പൊതുവെ അവരുടെ ശാരീരിക രീതി നോക്കുമ്പോൾ അവർക്ക് എക്സ്ട്രാ ആരോഗ്യവും ശക്തിയൊക്കെ കാണും. അവര് ആ ശക്തി അവരുടെ സ്വന്തം ഇഷ്ടത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്താനല്ല ഭഗവാൻ അവർക്ക് തന്നിരിക്കുന്നത്. ബ്രഹ്മജ്ഞാനം തന്നിരിക്കുന്നത് സ്വയമേ ഒറ്റയ്ക്കിരുന്ന് പ്രാക്ടീസ് ചെയ്ത് ഭഗവാന്റെ അടുത്ത് എത്താനല്ല, മറ്റുള്ളവർക്ക് വിതരണം ചെയ്യാനും കൂടിയാണെന്നാണ് ബ്രാഹ്മണന്മാരുടെ കാര്യം പറയുമെങ്കിൽ, ക്ഷത്രിയന്മാർക്കുള്ള ശക്തി കിട്ടിയിരിക്കുന്നത് അവർക്ക് സ്വന്തം ഇഷ്ടത്തിന് പ്രയോജനപ്പെടുത്താനല്ല, സ്വന്തം ഇഷ്ടത്തിന് ആൾക്കാരെ പിടിച്ചടക്കാനല്ല, സ്വന്തം ഇഷ്ടത്തിന് മറ്റുള്ളവരെ അടി കൊടുക്കാനല്ല, അടിച്ചമർത്താനല്ല. അവരുടെ ശക്തി ഈ പറഞ്ഞ ബ്രാഹ്മണന്മാർക്ക് ഭഗവാന്റെ കാര്യം ലോകത്തിന് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി അവർ മുന്നോട്ട് വരുമ്പോൾ അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുത്ത് അതിന് തടസ്സം നിൽക്കുന്ന ആൾക്കാരെ അകറ്റി നിർത്താനും ദണ്ഡന കൊടുക്കാനുമാണ് ക്ഷത്രിയന്മാർക്ക് ഈ ശക്തി ഭഗവാൻ കൊടുത്തിരിക്കുന്നത്. മനസ്സിലായോ? അതാ. അപ്പൊ ദണ്ഡന കൊടുക്കാൻ അർഹതയുള്ള ടീമിന്റെ പേരാണ് ക്ഷത്രിയർ. ക്ഷത്രിയർക്ക് തോക്കുണ്ട്, പോലീസിന്റെ ഒരു തോക്കുണ്ട്. നമുക്കുണ്ടോ തോക്ക്? ഇല്ല. കാരണം അവർക്ക് ആ ജോലി ഏൽപ്പിച്ചിരിക്കുന്നത് കൊണ്ടാണ് ആ തോക്കിന്റെ ആവശ്യം അവർക്ക് വന്നിരിക്കുന്നത് അല്ലെ. പോലീസിന്റെ കയ്യിൽ വടിയുണ്ടല്ലേ, നമ്മുടെ കയ്യിൽ വടിയുണ്ടോ? ഇല്ല. കണ്ടാ? അപ്പൊ ആ ദണ്ഡന കൊടുക്കാൻ അർഹതപ്പെട്ട ടീമാണ്. അർജുനന്റെ കയ്യിൽ ഗാന്ഡീവം ഉണ്ട്. അന്നത്തെ കാലത്തെ തോക്കാണത്, അന്നത്തെ കാലത്തെ വടിയാണത് അല്ലെ. അതാ. അപ്പൊ അത് അവിടെ ഏൽപ്പിച്ചിരിക്കുന്നത് അവിടെ ആ ജോലി ചെയ്യാനാണ്. ആ ജോലി സ്വന്തം ഇഷ്ടത്തിന് ഉപേക്ഷിക്കാൻ പാടുണ്ടോ? അവിടെ ഡ്യൂട്ടിയായിട്ട് നിയോഗിച്ചിരിക്കുന്നത് ഗവൺമെന്റ് ആണ് അല്ലെ. ഈ ലോകം മുഴുവൻ വാസുദേവ കുടുംബകമാണ്. അപ്പൊ വാസുദേവനാണ് ബ്രാഹ്മണന്മാരെയും ക്ഷത്രിയന്മാരെയും വൈശ്യന്മാരെയും ശൂദ്രന്മാരെയും ആ പോസ്റ്റ് ആ ജോലി ഏൽപ്പിച്ചിരിക്കുന്നു. അപ്പൊ അതാത് ജോലി അവർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ ചെയ്തേ പറ്റൂ. മനസ്സിലായോ? അതാ. അടുത്തത് വൈശ്യരാണ്. അപ്പോ ബ്രാഹ്മണന്മാര് പ്രവചനം കൊടുക്കുന്നു, ക്ഷത്രിയന്മാര് വേദിയൊക്കെ അലങ്കരിച്ച് അല്ലെ പ്രൊട്ടക്ഷൻ കൊടുത്ത് ശത്രുക്കളൊന്നും അറ്റാക്ക് ചെയ്യാതിരിക്കാൻ വേണ്ടി ഈ പ്രോഗ്രാം യജ്ഞം മുടങ്ങി പോകാതിരിക്കാൻ വേണ്ടി കാവൽ നിൽക്കുന്നു. ഓക്കെ. ഇനി വിശക്കൂലേ? ഈ ഓർഗനൈസർക്കും വിശക്കും, ബ്രാഹ്മണന്മാർക്കും വിശക്കും, ഓഡിയൻസ് ആയിട്ട് ഭഗവാന്റെ കഥകൾ കേട്ടോണ്ടിരിക്കുന്നവർക്കും വിശക്കുമല്ലോ. അപ്പൊ അവർക്ക് സമയാസമയത്തുള്ള ആഹാരം അറേഞ്ച് ചെയ്യണ്ടേ? ആ ജോലി ആർക്കാണ് ഏൽപ്പിച്ചിരിക്കുന്നത്? വൈശ്യർക്കാണ്. അവരുടെ ജോലിയാണ് ഇതിനെ വിളയിക്കുക, അത് കൃഷി ചെയ്യുക, വാണിജ്യം അങ്ങോട്ടും ഇങ്ങോട്ടും വിൽക്കുക, സാധനം അവൈലബിൾ ആക്കുക, ഇതേപോലത്തെ ഈ ജോലികളെല്ലാം ഏൽപ്പിച്ചിരിക്കുന്നത് വൈശ്യർക്കാണ്. അപ്പൊ ഈ ഉണ്ടാക്കിയ ആഹാരം ഭഗവാന് നിവേദിച്ച് നമ്മൾ കഴിക്കുമ്പോൾ, നമ്മൾ മറ്റുള്ളവർക്ക് വിതരണം ചെയ്യുമ്പോൾ അതൊരു ഭക്തിയുത ഭഗവത് സേവനമാണ്. ഭഗവാനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നത് ഒരു ഭക്തിയുത ഭഗവത് സേവനമാണ്. അതിനുവേണ്ടിയുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കൽ അതൊരു ഭക്തിയുത ഭഗവത് സേവനമാണ്. ശരി. ഇനി അടുത്തത് എന്താണ്? പാല് വേണം, അതിന് പശുവിനെ വളർത്തി പാൽ അവൈലബിൾ ആക്കുക, ഇതെല്ലാം വൈശ്യരുടെ ജോലിയാണ്. ഇവര് എല്ലാം ഉണ്ടാക്കി, പക്ഷേ ഇത് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് എത്തിക്കണ്ടേ? അത് ആരുടെ ജോലിയാണ്? അത് ശൂദ്രരുടെ ജോലി. മനസ്സിലായ? അതാണ് നമ്മൾ ഹെഡ് ലോഡ് വർക്കേഴ്സ് എന്നൊക്കെ നമ്മൾ പറയും. പക്ഷെ അവരുടെ സർവീസ് ഉണ്ടെങ്കിലേ പല പരിപാടി നടക്കത്തുള്ളൂ. ശരിയല്ലേ? ഇപ്പോ പാല് ഉൽപ്പന്നങ്ങൾ അതുപോലെ ഒരു സൈഡിലുണ്ട്, പച്ചക്കറി ഇതൊക്കെ വേറൊരു സ്ഥലത്തുണ്ട്. ഇതൊക്കെ ആവശ്യമുള്ള സ്ഥലത്ത് എത്തിക്കുന്ന ജോലി ആരുടെ ജോലിയാണെന്ന് ചോദിച്ചാൽ അത് ഈ ശൂദ്രന്മാരുടെ ജോലിയാണ്. അവരാണ് ഈ ഹെഡ് ലോഡ് വർക്കേഴ്സ് ആയിട്ട് അവിടുന്ന് സപ്ലൈ അങ്ങോട്ട് തൂക്കി ഇവിടെ കൊണ്ടെത്തിക്കുന്ന ജോലിയും എടുപിടി ജോലികളും തൂക്കിയെടുക്കലും ഉള്ള സഹായികളായിട്ട് ഫുൾ സിംഗിൽ നിൽക്കുന്നത് ശൂദ്രന്മാർ. അപ്പൊ ഇവരുടെ എല്ലാവരുടെ സെന്റർ എന്താണെന്ന് ചോദിച്ചാൽ ഭഗവാൻ. ഇപ്പൊ ബ്രാഹ്മണന്മാര് ഈ ലോകത്തിൽ ഭഗവാനെ കുറിച്ച് പറയുന്ന ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയാണ്, അതിന് പ്രൊട്ടക്ഷൻ കൊടുക്കാൻ ക്ഷത്രിയർ മുന്നോട്ട് വരേണ്ടത്. അപ്പൊ അവർക്ക് വേണ്ടുന്നുള്ള ആഹാര സാധനങ്ങളും പാല് അടക്കമുള്ള കാര്യങ്ങൾ എത്തിക്കുന്ന ജോലിയാണ് വൈശ്യന്മാർക്കുള്ളത്. അതിന് വേണ്ടുന്ന എടുപിടി ജോലികളും സാധനം ലോഡിങ് ആൻഡ് അൺലോഡിങ് പോലത്തെ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്ന ജോലിയാണ് ശൂദ്രന്മാർക്കുള്ളത്. അപ്പൊ ഇവരാരെങ്കിലും ഒരാൾ പണിമുടക്കിയ ഈ പ്രോഗ്രാം നടക്കും. എല്ലാവർക്കും അവരവരുടേതായ കർത്തവ്യങ്ങൾ തീർച്ചയായിട്ടും ഉണ്ട്. ഉണ്ടോ ഇല്ലയോ? ഉണ്ട്. അതാ. അപ്പോ അന്നത്തെ കാലത്ത് ഒരു പ്രത്യേകത ഉണ്ട്. എന്നറിയാമോ? അന്ന് അൺഎംപ്ലോയ്മെന്റ് ഇല്ല. ഇന്ന് അൺഎംപ്ലോയ്മെന്റ് ഉണ്ട്. ഇത് ജനാധിപത്യ ഭാരതമാണ് അല്ലേ. പണ്ടത്തെ കാലത്ത് രാജഭരണമായിരുന്നു. രാജാവിന്റെ ഭരണകാലത്തുള്ള ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാല് അവിടുത്തെ എല്ലാ ആൾക്കാർക്കും ജോലിയുണ്ട്. ആർക്കും ജോലി ഇല്ലാതെയുള്ള ഒരു കാലഘട്ടം ആയിരുന്നില്ല. രാജാവ് നോക്കും ആർക്കൊക്കെ ജോലിയുണ്ട്, ആർക്കൊക്കെ ജോലിയില്ല നോക്കും. അതേപോലെ ആർക്കൊക്കെ ഏത് ക്വാളിറ്റിയാണ് അവർക്കുള്ളത്, ഏത് ക്വാളിറ്റിയാണ് അവർക്കില്ലാത്തത് എന്ന് നോക്കിയാണ്
ഈ ജോലിയിൽ അവരെ എൻഗേജ് ചെയ്യിപ്പിച്ചിരുന്നത്. മനസ്സിലായോ? ഒരാളെ ഒരു ജോലിയിൽ എൻഗേജ് ചെയ്യിപ്പിക്കണമെങ്കിൽ അയാൾക്ക് ആ ജോലി ചെയ്യാനുള്ള ക്വാളിറ്റി ഉണ്ടായിരിക്കണം, സ്കില്ല് ഉണ്ടായിരിക്കണം, അല്ലേ? ഇത് ആര് നോക്കുമായിരുന്നു? ആ രാജാവ് നോക്കുമായിരുന്നു. എന്നിട്ട് ബ്രാഹ്മണിക്കൽ ക്വാളിറ്റി ഉള്ള ആൾക്കാരെ ബ്രാഹ്മണിക്കൽ കർത്തവ്യം നിർവഹിക്കാനും, ക്ഷത്രിയമായ ആംബിയറുള്ള ആൾക്കാരെ ക്ഷത്രിയ കർത്തവ്യങ്ങൾ നിർവഹിക്കാനും, അതേപോലെ തന്നെ ഗ്രോ ചെയ്യുക, സാധനങ്ങൾ വിളയിക്കുക, കന്നുകാലികളെ നല്ല രീതിയിൽ സംരക്ഷിക്കുക, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാരെ വൈശ്യ സർവീസ് ചെയ്യാനും, പറഞ്ഞ കേൾക്കുന്ന ജോലി ചെയ്യുന്ന ആൾക്കാരെ ക്ഷുദ്രന്മാരുടെ പണി ചെയ്യുവാനും എൻഗേജ് ചെയ്യിപ്പിക്കുന്ന ആരായിരുന്നു? രാജാവായി. അന്നത്തെ രാജാവ് ഈ ഒരു കാര്യത്തിൽ ബദ്ധശ്രദ്ധനായിരുന്നു. മനസ്സിലായോ? വെളിയിലത്തെ രാജ്യങ്ങളില് ജനിച്ച ഉടനെ എല്ലാവർക്കും എന്ത് കൊടുക്കുമായിരുന്നു? ഇൻഷുറൻസ് കൊടുക്കുമായിരുന്നു. ഇപ്പോ എല്ലാവർക്കും ഇൻഷുറൻസ് മസ്റ്റാണ്. ഇവിടെ വണ്ടിക്ക് മാത്രം ഇൻഷുറൻസ് ഉള്ളല്ലേ? ഇപ്പോ ഇൻഷുറൻസ് മസ്റ്റ് ആക്കിയിരിക്കുന്നത് വണ്ടിക്ക് മാത്രമാണ്, മനുഷ്യന് ഇൻഷുറൻസ് മസ്റ്റ് ആക്കിയിട്ടില്ല. വെളി രാജ്യങ്ങളിലൊക്കെ മനുഷ്യന് ജനിച്ച ഉടനെ ആദ്യം എടുക്കുന്നത് ഇൻഷുറൻസ് ആണ്, അല്ലെ? എന്നതുപോലെ പണ്ടത്തെ കാലത്ത് രാജഭരണ കാലത്ത് എല്ലാ ആൾക്കാർക്കും ഏതെങ്കിലും ജോലി ആര് കൊടുത്തിരിക്കും? രാജാവ് കൊടുത്തിരിക്കും. ആർക്കും ജോലി ഇല്ലാതെ, ഇൻഷുറൻസ് ഇല്ലാതെ ആരും ഇല്ല എന്ന് പറയും പോലെ ജോലി ഇല്ലാത്ത ആരുമില്ല. അങ്ങനെയായിരുന്നു ആരുടെ കാലത്ത്? രാജഭരണകാലത്ത്. അങ്ങനെ അർജുനന് കിട്ടിയ ജോലി എന്താണ്? അർജുനന് കിട്ടിയ ജോലി എന്താണ്? ക്ഷത്രിയ ജോലിയാണ്. എന്താണ് ക്ഷത്രിയ ജോലി? ഭഗവാന്റെ കാര്യങ്ങൾ മുന്നോട്ട് പോകുവാൻ വേണ്ടി രാജാവിനെ സഹായിക്കുക. ഇതാണ് ആരുടെ ജോലി? ക്ഷത്രിയന്റെ ജോലി. ആ ജോലി ചെയ്തല്ലേ പറ്റൂ. ഇതിൽ ഇട്ടിട്ട് പോകാൻ പറ്റുമോ? പറ്റില്ല. ഇവിടെ ആരാണ് ഇട്ടിട്ട് പോകാൻ ശ്രമിക്കുന്നത്? അർജുൻ ഇട്ടിട്ട് പോകാൻ. മനസ്സിലായോ? അങ്ങനെ ഇട്ടിട്ട് പോകാൻ പറ്റത്തില്ല എന്ന് മനസ്സിലായി. ഇവിടെ നമ്മുടെ കാലത്ത് പറ്റും, കാരണം ഇവിടെ ആർക്കും ജോലി ഇല്ല. ജോലി ഉള്ളവർക്ക് അത് ഇട്ടിട്ട് പോകാൻ പറ്റില്ല എന്നുള്ളത് ശരിയാണ്. അർജുനന് ജോലി കൊണ്ട് ഇട്ടിട്ട് പോകാൻ പറ്റില്ല നമ്മൾ പറഞ്ഞു. കലിയുഗത്തിൽ കുറച്ചുകൂടി തരം താന്നു പോയി നമ്മളെല്ലാം. ഒന്ന് രാജാവ് തരം താന്നു പോയി. ആർക്കും ജോലി കൊടുക്കുന്ന കർത്തവ്യം എന്റെ ജോലിയെ അല്ല എന്നാണ് രാജ്യം ഭരിക്കുന്ന രാജാക്കന്മാര് പറയുന്നത്. ഒന്ന്. അപ്പൊ അദ്ദേഹത്തിന് ജോലി ഇട്ടിട്ട് പോയി. അദ്ദേഹത്തിന്റെ ജോലി ഇട്ടിട്ട് പോയി. ജനങ്ങൾക്ക് ഞാൻ ഏത് ജോലി ചെയ്യണമെന്ന് യാതൊരു ഐഡിയയും ഇല്ല. അത് പറഞ്ഞു തരേണ്ട രാജാവ് പിക്ചറിലില്ല. അപ്പൊ ഗാന്ധീവം അവരവരുടെ ജോലി വച്ചിരുന്ന ഉപകരണം ആര് താഴെ ഇട്ടു? ഇവരെല്ലാം താഴെ ഇട്ടു. ഇന്നത്തെ രാജാവ് കയ്യിലിരുന്ന ഗാന്ധീവം അദ്ദേഹത്തിന്റെ ജോലിയാണ് എല്ലാവർക്കും ജോലി കൊടുക്കുക എന്നുള്ളത്. അത് ആര് താഴെ ഇട്ടു? ഇന്നത്തെ കാലത്തുള്ള രാജാവ് താഴെ ഇട്ടു. ജനങ്ങൾ എന്തായി? യഥാ രാജ തഥാ പ്രജ. ഞാൻ ഏത് കർത്തവ്യമാണ് ചെയ്യേണ്ടതെന്ന് ബോധമില്ല. ആരാണ്? ഞാൻ ബ്രാഹ്മണന്റെ ജോലിയാണോ ചെയ്യേണ്ടത്? ഐഡിയ ഇല്ല. ക്ഷത്രിയന്റെ ജോലിയാണോ ചെയ്യേണ്ടത്? ഐഡിയ ഇല്ല. ശുദ്രന്റെ പണിയാണോ ചെയ്യേണ്ടത്? ഐഡിയ ഇല്ല. വൈശ്യന്റെ ജോലിയാണോ ചെയ്യേണ്ടത്? ഐഡിയ ഇല്ല. മനസ്സിലാക്കാൻ? ഇപ്പൊ രാജാവും ഗാന്ധീവം താഴെ വെച്ചു, പ്രജകളും ഗാന്ധീവം താഴെ വെച്ചു. അപ്പൊ ഞാൻ ആരാണ്, എന്താണ്, ഏതാണെന്നതിനെ കുറിച്ചൊരു ബോധവും ആർക്കില്ല? ഇന്നത്തെ ജനങ്ങൾക്ക് ഇല്ല. മനസ്സിലായോ? പക്ഷെ അന്നത്തെ കാലത്ത് അർജുനൻ ഗാന്ധീവം താഴെ വച്ചതും നമ്മളിവിടെ ചർച്ച ചെയ്യുകയാണ്, തെറ്റാണ് എന്ന്. ഇന്നത്തെ കാലത്ത് രാജാവും ഗാന്ധീവം താഴെ വച്ചു കഴിഞ്ഞു, പ്രജകൾക്കും അപ്പൊ ആ ഒരു വ്യത്യാസമുണ്ട് അന്നത്തെ കാലത്ത് ഇന്നത്തെ കാലത്ത്. മനസ്സിലാവും. പക്ഷേ ഈ ശ്ലോകത്തിൽ നീ അങ്ങോട്ട് കൃഷ്ണൻ പറയുകയാണ്, കർത്തവ്യത്തിൽ നിന്നും ആർക്കും ഒളിച്ചോടാൻ പറ്റത്തില്ല, ചെയ്യരുത്, അവരവരുടെ ജോലി ചെയ്തു തന്നെ തീരണം. നമുക്ക് നമ്മുടെ രാജാവ്, പണ്ടത്തെ കാലത്ത് രാജാവ് നമുക്കൊരു ജോലി തന്നിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് എളുപ്പത്തിൽ സ്വീകരിച്ച് അത് മാത്രം ചെയ്താൽ മതിയായിരുന്നു. ഇന്നത്തെ കാലത്ത് അങ്ങനെ ഒരു രാജാവ് നമുക്കൊരു ജോലി തരത്തില്ലാത്ത കാലഘട്ടമാണ്. അപ്പൊ നമ്മൾ ചെയ്യും. അപ്പൊ നമ്മളിലുള്ള ക്വാളിറ്റി എന്താണെന്ന് നമ്മൾ തന്നെ തപ്പണം. നമ്മുടെ ബ്രാഹ്മണിക്കൽ ക്വാളിറ്റി ആണോ, ക്ഷത്രിയ ക്വാളിറ്റി ആണോ, വൈശ്യ ക്വാളിറ്റി ആണോ, അല്ലെങ്കിൽ ഇത്ര ക്വാളിറ്റി ആണോ, നമുക്കൊണ്ട് നമ്മൾ തന്നെ തപ്പേണ്ട അവസ്ഥയാണ്. അതിന് നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഇതേപോലത്തെ ഗുരു ശിഷ്യ പരമ്പരയിൽ വരുന്ന ആചാര്യന്മാരുടെ സേവനം നമുക്ക് സ്വീകരിക്കും. മനസ്സിലായോ? നമുക്ക് ഗൈഡ് ലൈൻ തരാൻ ആരുമില്ല. അപ്പോ നമുക്ക് ഇതേപോലത്തെ ഗുരു ശിഷ്യ പരമ്പരയെ നമുക്ക് അഭയം പ്രാപിച്ചു. പണ്ട് ഉണ്ടായിരുന്ന ഒരു പരമ്പരയുടെ പേരാണ് രാജഋഷി പരമ്പര. എന്താ? രാജഋഷി പരമ്പര. രാജഋഷി പരമ്പരയും ഈ ലോകത്ത് പണ്ട് മുതലേ ഉണ്ടായിരുന്നു. ഗുരുശിഷ്യ പരമ്പരയും ഈ ലോകത്ത് പണ്ട് മുതലേ ഉണ്ടായിരുന്നു. രാജഋഷി പരമ്പര എന്ന് പറഞ്ഞാൽ എന്തെന്ന് ചോദിച്ചാൽ, ഭഗവാനെ മുൻനിർത്തി എങ്ങനെ ജീവിക്കണമെന്ന് ഭഗവാൻ തന്നെ അന്ന് ഭരിച്ചിരുന്ന രാജാക്കന്മാരോട് നേരിട്ട് പറയുകയും ആ രാജാക്കന്മാർ അതനുസരിച്ച് ഭരണം നടത്തുകയും എന്നിട്ട്
ആ രാജാക്കന്മാരുടെ അടുത്ത സന്തതികൾ ഭരണത്തിൽ വരുമ്പോൾ അവരും അത് തന്നെ ഫോളോ ചെയ്യുകയും ചെയ്തു. അപ്പൊ അവിടെ എല്ലാം സെൻട്രൽ ആരായിരുന്നു? ഭഗവാനായിരുന്നു. വാസുദേവ കുടുംബകം പോലെയാണ് അവർ ജീവിച്ചിരുന്നത്. എല്ലാവരും ഒരേ കുടുംബം, വാസുദേവനെയാണ് ഫ്രണ്ടിൽ എന്നുള്ള രീതിയിൽ ജീവിച്ചിരുന്നത്. അതുകൊണ്ട് രാജാവ് എങ്ങനെയാണ് ജീവിച്ചിരുന്നത്? രാജ ഋഷി. പറയൂ, രാജ ഋഷി. രാജാവാണ് ജനങ്ങളുടെ ഫ്രണ്ടിൽ. എന്നാൽ പേഴ്സണൽ ലൈഫിൽ അദ്ദേഹം ഒരു ഋഷിയെ പോലെയാണ് സ്വയം ജീവിച്ചിരുന്നത്. ഇതെല്ലാം ഈ രാജ്യമേ എന്റേതാണ് എന്ന് വെളിയിലുള്ളവർക്ക് തോന്നുമെങ്കിലും അദ്ദേഹത്തിന്റെ ഉള്ളിൽ ഈ രാജ്യമെല്ലാം ഭഗവാന്റെ ആണ്, ഞാൻ അദ്ദേഹത്തിന്റെ ദാസനാണ് എന്നുള്ള മനോഭാവമാണ്. അതുകൊണ്ടാണ് ആ രാജാവിന്റെ പേര് രാജ ഋഷി എന്നാണ്. അപ്പൊ രാജഋഷി പരമ്പര പണ്ടുണ്ടായിരുന്നു. എന്നാൽ കാലക്രമേണ ആ രാജഋഷി പരമ്പര കട്ടായി. ഭഗവത്ഗീതയിൽ ഭഗവാൻ ഒരു ശ്ലോകത്തിൽ പറയുന്നുണ്ട്, ഞാൻ പണ്ട് സൂര്യദേവനായ വിവസ്വനാണ് ഈ ഭഗവത്ഗീത ഞാൻ ഉപദേശിച്ചത്. എന്നിട്ട് ആ സൂര്യദേവൻ അദ്ദേഹത്തിന്റെ പുത്രനായ മനുവിനും ഈ ജ്ഞാനം ഉപദേശിച്ചു. മനു അദ്ദേഹത്തിന്റെ പുത്രനായ ഋഷ്യാഗുവിനും ഇതേ ജ്ഞാനം ഉപദേശിച്ചു. അതിനാണ് രാജഋഷി പരമ്പര എന്ന് പറയുന്നത്. എന്നാൽ ഈ പരമ്പര കാലക്രമേണ കട്ടായിപ്പോയി. അവരെല്ലാം സൂര്യോരുവന്മാരായി. അതുകൊണ്ട് ഭഗവാൻ പറഞ്ഞ വിദ്യ മറന്നുപോയി. മനസ്സിലായോ? അങ്ങനെ ആയതുകൊണ്ടാണ് അർജുന, ഞാൻ വീണ്ടും ഈ ജ്ഞാനം, ഗുപ്തജ്ഞാനം നിനക്ക് വീണ്ടും ഉപദേശിക്കേണ്ടി വരുന്നത്. ഭഗവത്ഗീതയാകുന്ന ജ്ഞാനം വീണ്ടും ഉപദേശിക്കേണ്ടി. മനസ്സിലായോ? എന്നാൽ ഒരു സന്തോഷ വാർത്ത, കലിയുഗത്തിന്റെ സ്വാധീനം കൊണ്ട് രാജർഷി പരമ്പര കട്ടായി, സമ്മതിച്ചു. എന്നാൽ ഗുരുശിഷ്യ പരമ്പര അന്നത്തെ കാലത്തുമുണ്ട്, ഇന്നത്തെ കാലത്തുമുണ്ട്, ഇനിയുള്ള കാലത്തും ഉണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, രാജാവ് നമ്മുടെ ക്വാളിറ്റി കണ്ട്, രാജർഷി പരമ്പര ആയിരുന്ന കാലഘട്ടത്തിൽ നമ്മുടെ ക്വാളിറ്റി കണ്ട് നമ്മുടെ ബ്രാഹ്മണിക്കൽ ജോലി ഏൽപ്പിച്ചിരുന്നു. അതല്ല നമ്മളിലുള്ള ക്വാളിറ്റി ഏതാണെന്ന് കണ്ട് ക്ഷത്രിയ ക്വാളിറ്റി ആണെങ്കിൽ ക്ഷത്രിയ ജോലി ഏൽപ്പിച്ചിരുന്നു. വൈശ്യ സ്വഭാവമാണ് നമുക്കുണ്ടെങ്കിൽ വൈശ്യ ജോലി ഏൽപ്പിച്ചിരുന്നു. ശുദ്ര സ്വഭാവമാണെങ്കിൽ അതനുസരിച്ച് ജോലി ആ രാജാവ് നമ്മളെ ഏൽപ്പിച്ചിരുന്നു. കാരണം രാജാവ് ആരായിരുന്നു? രാജഋഷി ആയിരുന്നു. രാജഋഷി പരമ്പരയിൽ വരുന്ന വാസുദേവ കുടുംബത്തിന്റെ അർത്ഥം മനസ്സിലാക്കിയ, ഭഗവാനെ മുൻനിർത്തി കാര്യങ്ങൾ ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു. എന്നാൽ അത് കാലക്രമേണ കട്ടായോ ഇല്ലയോ? ഞാൻ നേരത്തെ പറഞ്ഞു, ഗാന്ധിമ ഇവരെല്ലാം താഴെ വച്ചു, അവരുടെ കരുത്തിൽ നിന്ന് പുറത്തോട്ട് പോയി. ജനങ്ങളുടെ അൺഎംപ്ലോയ്മെന്റ് എന്റെ ജോലിയെ അല്ല എന്നുള്ള രീതിയിലുള്ള രാജാക്കന്മാരാണ് ഇവിടെ ഭരിക്കുന്നത്. അപ്പൊ രാജഋഷിയാണോ അവര്? അല്ല. അപ്പൊ അത് കട്ടായി. അപ്പൊ അത് കട്ടായ പൊതുജനങ്ങൾ ആരെ ഡിപ്പെൻഡ് ചെയ്യണം? അപ്പൊ നമ്മൾ ഗുരുശിഷ്യ പരമ്പരയെ ഡിപ്പെൻഡ് ചെയ്യണം. മനസ്സിലായോ? ആ ഗുരുശിഷ്യ പരമ്പര അന്നുമുണ്ട്, ഇന്നുമുണ്ട്, എന്നുണ്ടല്ലോ. മനസ്സിലായോ? അതാണ്. അപ്പോ നമ്മൾ വരുന്ന ഗുരുശിഷ്യ പരമ്പര എന്ന് പറയുന്നത്, നോക്കൂ, ഈ ഭഗവത്ഗീതയുടെ ഏറ്റവും താഴെ എഴുതിയിരിക്കുന്നു, AC ഭക്തി വേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദർ. എഴുതിയിട്ടുണ്ടോ? AC ഭക്തി വേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദർ. എന്നിട്ട് ഭഗവത്ഗീത തുറന്നു നോക്കൂ. ഏകദേശം 1-ാം അധ്യായത്തിന്റെ അവതാരിക തീരുന്ന ലാസ്റ്റ് പാരഗ്രാഫ്, 1-ാം അധ്യായം തുടങ്ങുന്നതിന് തൊട്ട് മുമ്പത്തെ പേജ് ഇങ്ങനെ നോക്കൂ. 1-ാം അധ്യായം തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് അവതാരിക തീരുന്ന ലാസ്റ്റ് പേജ് നോക്കൂ. ഗുരു ശിഷ്യ പരമ്പര എഴുതിയിട്ടുണ്ട് അല്ലെ? ശിഷ്യ പരമ്പര. അടുത്ത പേജ് ഇങ്ങോട്ട് അപ്പുറത്ത്. 1-ാം അധ്യായം എടുക്കൂ. 1-ാം അധ്യായത്തിന്റെ തുടക്കം എടുക്കൂ. അതിന്റെ തൊട്ട് മുമ്പ് മേളത്തെ പോസ്റ്റ് നോക്കൂ. അത് തന്നെ, മേളത്തിന്റെ കയ്യിലുള്ളത് കറക്റ്റാണ്. വായിച്ചേ, ഏറ്റവും മേളത്തെ ഹെഡിങ് വായിച്ചേ, ശിഷ്യ പരമ്പര, ഗുരു ശിഷ്യ പരമ്പര അല്ലെ? അതൊന്ന് വായിച്ചേ. ഞാൻ വായിക്കാം. കൃഷ്ണൻ, ബ്രഹ്മാവ്, നാരദൻ, വ്യാസൻ, മധ്വാചാര്യർ, പത്മനാഭ തീർത്ഥർ, നരഹരി തീർത്ഥർ, മാധവൻ, അശോഭ തീർത്ഥർ, ജയതീർത്ഥർ, ജ്ഞാനസിന്ധു, ദയാനിധി, വിദ്യാനിധി, രാജേന്ദ്രൻ, ജയധർമ്മൻ, പുരുഷോത്തമ തീർത്ഥർ, ബ്രാഹ്മണ്യ തീർത്ഥർ, വ്യാസതീർത്ഥർ, ലക്ഷ്മീപതി, മാധവേന്ദ്രപുരി, ഈശ്വരപുരി, നിത്യാനന്ദ പ്രഭു, അദ്വൈതർ, ചൈതന്യ മഹാപ്രഭു, രൂപഗോസ്വാമി, സ്വരൂപ ഗോസ്വാമി, സനാതന ഗോസ്വാമി, രഘുനാഥൻ, ജീവഗോസ്വാമി, കൃഷ്ണദാസ ഗോസ്വാമി, നരോത്തമ ഗോസ്വാമി, വിശ്വനാഥ ചക്രവർത്തി, ബലദേവ ജഗന്നാഥൻ, ഭക്തി വിനോദർ, ഗൗരകിഷോരർ, ഭക്തി സിദ്ധാന്ത സരസ്വതി, AC ഭക്തി വേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദർ എന്നുള്ള ഈ ബുക്ക് എഴുതിയ നമ്മുടെ ആചാര്യൻ. ഇദ്ദേഹത്തിന് ശേഷം മറ്റു ഗുരുക്കന്മാരും ഇസ്കോണിൽ ഒരുപാട് പേര് ഉണ്ട്. ആ ഗുരുശിഷ്യ പരമ്പരയിലാണ് ഭഗവാന്റെ കൃപയാൽ ഇസ്കോൺ അടങ്ങുന്ന സമ്പ്രദായങ്ങൾ വരുന്നത്, ആശ്രമം അടക്കമുള്ള ആൾക്കാർ വരുന്നത്. നമ്മളെല്ലാം വരുന്നത്
ഈ ബ്രഹ്മ മധ്വ ഗൗഡീയ വൈഷ്ണവ ഗുരു പരമ്പരയാണ്. ബ്രഹ്മാവ് തുടങ്ങി മധ്വാചാര്യർ വഴി ചൈതന്യ മഹാപ്രഭുവിന്റെ മറ്റൊരു പേര് ഗൗഡീയൻ എന്നുള്ള ബ്രഹ്മമധ്യ ഗൗഡീയ സമ്പ്രദായത്തിലാണ് നമ്മുടെ ഗുരുശിഷ്യ പരമ്പര വരുന്നത്. ഓക്കെ, അപ്പൊ ഈ സമ്പ്രദായത്തിൽ വരുന്ന ആചാര്യന്മാരിലൂടെ നമ്മൾ കൺസൾട്ട് ചെയ്താൽ നമ്മളുടെ ക്വാളിറ്റി എന്താണെന്ന് മനസ്സിലാക്കി നമുക്ക് ഏത് ജോലി തിരഞ്ഞെടുക്കാം. ഈ നാല് ചാതുർവർണ്ണത്തില് ബ്രാഹ്മണിക്കൽ, ക്ഷത്രിയ, വൈശ്യ, ശൂദ്രയിൽ ഏതാണ് നമുക്ക് കൂടുതലുള്ളത് മനസ്സിലാക്കി നമുക്ക് ആ കർത്തവ്യത്തിലേക്ക് നമുക്ക് വരാവുന്നതാണ്. നമുക്ക് ആര് തരേണ്ടതില്ല. രാജ്യം ഭരിക്കുന്ന രാജാക്കന്മാർ തന്നില്ലെങ്കിൽ കൂടി നമ്മുടെ കർത്തവ്യം തിരിച്ചറിഞ്ഞ് നമുക്കത് ഏർപ്പെടാവുന്നതാണ്. മനസ്സിലായല്ലോ? അപ്പോ ഇവിടെ അർജുനൻ ആ ജോലി അദ്ദേഹത്തിന് കറക്റ്റ് ആയിട്ടുള്ള ജോലിയാണ് കിട്ടിയത്. ഏതാണ്? ക്ഷത്രിയന്റെ ജോലിയാണ് കിട്ടിയത്. എന്നാൽ ആ ജോലി ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. ഇനി രണ്ടാമത്തെ ടോപ്പിക്കാണ് നമ്മൾ സംസാരിക്കുന്നത്. നമ്മുടെ ജോലി എന്തെന്ന് നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് ചെയ്യണമല്ലോ, ചെയ്യാൻ പറ്റണമല്ലോ. എന്നാൽ ഇവിടെ ആർക്ക് ചെയ്യാൻ പറ്റുന്നില്ല? അർജുനന് ചെയ്യാൻ പറ്റുന്നില്ല. അത് എന്തുകൊണ്ടാണ്? അങ്ങനെ പറ്റുന്നത്? ഈ ഭൗതിക ലോകം പൂർണ്ണമായും ഫോക്കസ് ചെയ്യുന്നത് നമ്മൾ ഈ ശരീരമാണ് എന്നുള്ള രീതിയിലാണ്. പറയും, നമ്മൾ ഈ ശരീരമാണ്. യഥാർത്ഥത്തിൽ നമ്മൾ ഈ ശരീരമാണോ? നമ്മൾ ഈ ശരീരമാണോ? പറയും. നമ്മൾ ഈ ശരീരമാണെങ്കിൽ ഇന്ന് അർജുനനുണ്ടായ ഈ അവസ്ഥ ശരീരത്തിന് സംബന്ധിക്കുന്ന അവസ്ഥയല്ല. മനസ്സിലാക്കും. നമ്മൾ ഈ ശരീരമാണ്, ശരീരം കൊണ്ട് എല്ലാം ചെയ്യണ്ടേ. ഇന്ന് ശരീരം കൊണ്ട് എല്ലാം കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വരാൻ കാരണം ആ ശരീരത്തിനെ മനസ്സ് കൺട്രോൾ ചെയ്യുന്നത് കൊണ്ടാണ്. ആണല്ലയോ? ഇവിടെ അർജുനന്റെ ശരീരം അതിശക്തമായ ശരീരമാണ്. എന്നാൽ അതിശക്തമായ ശരീരം കൊണ്ട് കർത്തവ്യം നിർവഹിക്കാൻ പറ്റുന്നില്ല. കാരണം അത്രയും ശക്തമായ ശരീരത്തിന് മറ്റൊരു സംഭവം കൺട്രോൾ ചെയ്യപ്പെട്ടിരിക്കുന്നു. ഏതാണ്? അർജുനന്റെ മനസ്സിലെ ഒരു നെഗറ്റീവ് വന്നപ്പോ ശരീരം തളരാൻ തുടങ്ങി. മനസ്സിലായോ? അപ്പൊ ശരീരമാണ് എല്ലാം എന്ന് പറയുന്ന ഈ ലോകം തെറ്റല്ലേ? ശരീരമല്ല എല്ലാം. ആ അതിശക്തമായ ശരീരത്തിനെ കൺട്രോൾ ചെയ്യാൻ ഒരു മനസ്സുണ്ട്. അപ്പം ശരീരത്തിനേക്കാൾ ശക്തമാണ് മനസ്സ്. അപ്പൊ ശരീരം മാത്രം നമ്മൾ കാണുന്നു, മനസ്സിനെ നമ്മൾ കാണുന്നുണ്ടോ? ഇല്ല. എന്നാൽ കാണുന്ന ഈ ശരീരത്തിനെ നമുക്ക് കാണാൻ പറ്റാത്തൊരു മനസ്സ് നയിക്കുന്നുണ്ടെന്നുള്ളത് സത്യമല്ലേ? ആണല്ലയോ? അപ്പോ ആദ്യം ഈ ലോകം പറഞ്ഞിരുന്നത് ശരീരമാണ് എല്ലാം എന്ന്. എന്നാൽ അതേ ശാസ്ത്രജ്ഞന്മാർ പറയുന്നു ശരീരമല്ല ഏറ്റവും വലുത്. കാരണം ശരീരം ശക്തമായിരിക്കാം, എന്നാൽ ആ ശക്തമായ ശരീരത്തിനെ കൺട്രോൾ ചെയ്യാൻ മനസ്സിന് കഴിയുമെന്ന് പറയുന്നത് അർജുനന്റെ ഈ അവസ്ഥ കണ്ടിട്ടാണെന്ന് നമ്മൾ മനസ്സിലാക്കും. ശാസ്ത്രജ്ഞന്മാർ ഇപ്പോഴാണ് പറഞ്ഞത്. എന്നാൽ നമ്മുടെ ശാസ്ത്രത്തിൽ എന്നേ പറഞ്ഞിരിക്കുന്നു, ശരീരം ശക്തമായിരുന്ന മാത്രം പോരാ, അതിനെ നയിക്കുന്ന ഒരു മനസ്സ് ശക്തമാണെങ്കിലേ ആ ശരീരം കൊണ്ട് കർത്തവ്യം ചെയ്യാൻ പറ്റത്തുള്ളൂ. മനസ്സ് തളർന്നു പോയാൽ ശരീരവും തളർന്നു പോകും. അപ്പോ ശരീരമാണോ ശക്തൻ, മനസ്സാണോ ശക്തൻ? മനസ്സിലായ? അപ്പോ ഇപ്പോഴത്തെ കൺസെപ്റ്റ് അനുസരിച്ച് ഈ സയൻസ് സമ്മതിച്ചു ശരീരം മാത്രമല്ല, ശരീരത്തിന് ഉപരി മനസ്സിലും കൂടെ ഓരോരുത്തർക്കും ഉണ്ട്. അപ്പൊ ശരീരത്തിന് മാത്രം നല്ല രീതിയിലുള്ള വിദ്യാഭ്യാസം കൊടുത്താൽ നമ്മൾ ശക്തരാവൂല. മനസ്സിനും കൂടെ നല്ലൊരു വിദ്യാഭ്യാസം കൊടുത്താലേ നമ്മൾ ശക്തരായി നമ്മുടെ പ്രൊഡക്ടിവിറ്റി ഈ ലോകത്തിന് കിട്ടത്തുള്ളൂ എന്ന് ശാസ്ത്രജ്ഞന്മാർ പറഞ്ഞു. ശരിയല്ലേ? അതുകൊണ്ടാണ് ജിമ്മിൽ മാത്രം പോയാൽ പോരാ, മോട്ടിവേഷൻ സ്പീച്ചും കൂടെ കേൾക്കണം അല്ലെ എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ വരാൻ തുടങ്ങി. മനസ്സിലായ? ജിമ്മിന് മാത്രം പോയാൽ പോരാ, ശരീരം മാത്രമേ പുഷ്ടിപ്പെടുത്തുള്ളൂ. എന്നാൽ നല്ല അടിപൊളി സ്പീച്ചുകളൊക്കെ കേട്ട് മനസ്സിനെ മെഡിറ്റേഷൻ ചെയ്യണം, മനസ്സിനെ ട്രെയിൻ ചെയ്തെടുക്കണം യോഗ ചെയ്യണം, മെഡിറ്റേറ്റ് ചെയ്യണം, മനസ്സിനെയും കൂടെ ട്രെയിനിങ് കൊടുക്കണം മൈൻഡ്ഫുൾനെസ്. ഇപ്പൊ ഇത് ശാസ്ത്രശാഖയിൽ ഒന്നാണ് മൈൻഡ്ഫുൾനെസ്. അതൊക്കെ എങ്ങനെ സംഭവിച്ചു? അപ്പൊ അതെല്ലാം ഈ തിരിച്ചറിവ് കൊണ്ട് ശാസ്ത്രലോകത്തിൽ സംഭവിച്ചതാണ്. അപ്പൊ ശരീരം മാത്രം ശക്തമല്ല, ശരീരത്തിനേക്കാൾ ശക്തമുള്ളതാണ് മനസ്സ്. ആ മനസ്സ് ഈ ശരീരത്തിനെ നിയന്ത്രിക്കുന്നു എന്ന് മനസ്സിലായി. എന്നാൽ കുറെ കൂടെ ഈ ലോകത്തില് സയൻസ് അഭിവൃദ്ധി പ്രാപിച്ചപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കാൻ സാധിച്ചു, മനസ്സിന് ഇഷ്ടമുള്ളത് ചെയ്താൽ ഈ ലോകത്തിന് നന്മ ഉണ്ടാവില്ല, അതിനെ കൺട്രോൾ ചെയ്യപ്പെടേണ്ടതുണ്ട്. മനസ്സിലായോ? മനസ്സിന് ഇഷ്ടമുള്ളത് എല്ലാവർക്കും ചെയ്യാം എന്ന് വിചാരിച്ചാൽ ഈ ലോകം നന്നായി പോവോ? ഒരാളെടുത്ത് ഒരൊറ്റ അടി അടിച്ചു എന്ന് വെച്ചപ്പോ എനിക്ക് തോന്നി ഞാൻ അടിച്ചു, ശരിയാവോ? അപ്പൊ മനസ്സിനെ കയറൂരി വിട്ടാൽ നമുക്ക് ഗുണം ചെയ്യോ ദോഷം ചെയ്യോ? അപ്പോഴാണ് മനസ്സിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ശാസ്ത്രജ്ഞന്മാർ പഠിച്ചത്. അപ്പൊ അതൊരു സൈക്കോളജിക്കൽ അപ്രോച്ചാണ് അല്ലെ? സൈക്കോളജിയെ കുറിച്ച് പഠിച്ചു. അങ്ങനെയാണ് സൈക്കോളജി എന്നുള്ള ശാസ്ത്രശാഖ തന്നെ ഉണ്ടായത്. അങ്ങനെയാണ് മനസ്സിനെ, ശരീരത്തിനെ കുറിച്ച് പഠിച്ച് അതിന് അനാട്ടമി എന്ന് പറയും. മനസ്സിനെ കുറിച്ച് പഠിച്ചപ്പോൾ അതിന് സൈക്കോളജി എന്നുള്ള ശാസ്ത്രശാഖ വന്നു അല്ലെ? അതിന് പഠിച്ചപ്പോ
ഒരു കാര്യം ശാസ്ത്രജ്ഞന്മാർ സമ്മതിച്ചു. എന്താ? അനുസരണാശീലമുള്ള ഒരു മനസ്സ് നമ്മുടെ മിത്രമാണ്. എന്നാൽ അനുസരണ ഇല്ലാത്ത മനസ്സ്, തോന്നിയതുപോലെയൊക്കെ ചെയ്യുന്ന മനസ്സ് നമ്മുടെ ശത്രുവാണ് എന്ന് ശാസ്ത്രജ്ഞന്മാര് കണ്ടുപിടിച്ചു. ആണല്ലോ? 6-ാം അധ്യായം 6-ാം ശ്ലോകം എടുക്കൂ. ഭഗവത്ഗീത 6-ാം അധ്യായം 6-ാം ശ്ലോകം. നിങ്ങൾ പറഞ്ഞാൽ കേൾക്കുമെങ്കിൽ നിങ്ങളുടെ മനസ്സ് നിങ്ങളുടെ മിത്രമാണ്. പറഞ്ഞാൽ കേൾക്കൂല എങ്കിൽ നിങ്ങൾ തന്നെ നിങ്ങളുടെ ശത്രുരൂപം ധരിച്ച് നിങ്ങളെ തന്നെ നശിപ്പിക്കും എന്ന് ശാസ്ത്രജ്ഞന്മാര് കണ്ടെത്തി. അത് ശാസ്ത്രജ്ഞന്മാര് വലിയ സംഭവമായിട്ട് ഈ ലോകത്തിനെ വിളിച്ച് പറഞ്ഞപ്പോൾ 6-ാം അധ്യായം 6-ാം ശ്ലോകം ഭഗവത്ഗീതയില് ഇത് എന്നോ പറഞ്ഞിരിക്കുന്നു. വായിക്കൂ 6-ാം അധ്യായം 6. കുറച്ച് വായിക്കൂ. എന്താണ് അർത്ഥം? വായിക്കൂ. ശാസ്ത്രന്മാരെ കണ്ടുപിടിച്ചതാണോ? ഇത് ഭഗവത്ഗീതയിൽ എഴുതപ്പെട്ട വാക്കാണ്. ആ മനസ്സിനെ ജയിച്ചവനെ മനസ്സ് തന്നെയാണ് ഒറ്റ സുഹൃത്ത്. അതിനെ കഴിയാത്തവനാകട്ടെ മനസ്സ് പരമശത്രുവായി തീരും ആയിരിക്കും. ഇത് ശാസ്ത്രന്മാരുടെ കണ്ടെത്തലാണോ? 5000 വർഷങ്ങൾക്ക് മുമ്പ് ഭഗവത്ഗീതയിൽ എഴുതപ്പെട്ട വചനമാണ്. കണ്ടുപിടിച്ചത് ഇപ്പോഴാണ്. പക്ഷെ അത് അവര് കണ്ടുപിടിച്ചെന്നാണ് അവർ അവകാശപ്പെടുന്നത്. എന്നാൽ ഭഗവത്ഗീതയില് സൈക്കോളജിയെ കുറിച്ച് എന്ത് നന്നായി പറഞ്ഞിരിക്കുന്നു. പറയൂ, ശരിയല്ലേ? അപ്പൊ ഇതിന്റെ ക്രെഡിറ്റ് ശാസ്ത്രന്മാർക്ക് കൊടുക്കണോ, ഭഗവത്ഗീത ഉപദേശിച്ച കൃഷ്ണന് കൊടുക്കണോ? പറയൂ. മനസ്സിലായ? ഇതാണ് വ്യത്യാസം. ഒന്ന് മനസ്സിലാക്കുക, ജഡപദാർത്ഥങ്ങളെക്കാളും കുറച്ചുകൂടി ശ്രേഷ്ഠം എന്തെന്ന് ചോദിച്ചാൽ ജീവനുള്ളതാണ്, അല്ലെ? ചത്ത ശരീരവും ചാവാത്ത ശരീരവും ശ്രേഷ്ഠത ഏതാണ്? ശ്രേഷ്ഠത ഏതാണ്? ചത്ത ശരീരം, ശവശരീരം, മരണപ്പെടാത്ത ശരീരം. അത് ഏതാണ് ശ്രേഷ്ഠം? ഏതാണ്? ജീവിക്കുന്ന ശരീരമാണ്. അപ്പൊ ചത്തതിനേക്കാളും ജഡപദാർത്ഥത്തിനേക്കാളും ഉയർന്നതാണ് ജീവനുള്ള ശരീരം. ജീവനുള്ള ശരീരത്തിനേക്കാളും കുറച്ചുകൂടി ശക്തമാണ് മനസ്സ്. ആ ശരീരത്തിനകത്തുള്ള മനസ്സ് ശക്തമാണ്, ആണല്ലോ? നിങ്ങൾ പട്ടികളെ കണ്ടിട്ടുണ്ടോ? പട്ടികൾ നമുക്ക് ഇഷ്ടമുള്ള കാര്യം അത് കറക്റ്റാ ചെയ്യും. അതിനർത്ഥം എന്താണ്? അത് മനസ്സുകൊണ്ട് അത് ചിന്തിക്കുന്നു എന്നല്ലേ അതിനർത്ഥം, അല്ലെ? നമുക്കൊരു ബാൾ എടുത്ത് യജമാനെ എറിയുമ്പോൾ ഓടിപ്പോയി ആ പട്ടി ആ ബാൾ എടുത്ത് യജമാനെ കൊണ്ടുതരും. അതിന്റെ ശരീരം കൊണ്ട് അത് മുന്നോട്ട് പോകണമെങ്കിൽ അതിന്റെ മനസ്സ് അതിനെ നിയന്ത്രിക്കുന്നു. എന്താ? നീ പോയി ആ ബാൾ എടുത്ത് ആരുടെ കൂടെ? നിന്റെ യജമാന്റെ കൂടെ. അപ്പൊ യജമാനൻ ഹാപ്പി ആവും എന്നാ മനസ്സ് പറഞ്ഞതുകൊണ്ടല്ലേ ആ പട്ടി ആ സ്വന്തം ശരീരം കൊണ്ട് ആ ബാളിന്റെ അടുത്ത് പോയി കടിച്ച് കൊണ്ടു കൊടുക്കുന്നത്. അപ്പൊ ആ പട്ടിക്കും എന്തുണ്ട്? ശരീരം മാത്രമല്ല മനസ്സുകൊണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമല്ലോ, ആണല്ലോ? എന്നാൽ തോന്നിയതുപോലെ നമ്മുടെ മനസ്സിന് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്താൽ ഈ ലോകത്തില് പരസ്പരം ആൾക്കാർ തമ്മിലടിച്ചാണ്. ഇയാൾക്ക് വേണ്ടത് അയാൾ നേടിയെടുക്കും, അയാൾക്ക് വേണ്ടത് അയാൾ നേടിയെടുക്കും. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയാവും, ഉടക്കാവും, ഇടിയാവും. അതുകൊണ്ടാണ് ഗവൺമെന്റ് എന്ത് കൊണ്ടുവന്നിരിക്കുന്നത്? നിയമം കൊണ്ടുവന്നിരിക്കുന്നത്, അല്ലേ? അപ്പൊ ഒരാൾക്ക് നമുക്ക് ഈ ലോകത്ത് യഥേഷ്ടം ചലിക്കാൻ അവകാശമുണ്ട്. എന്നാൽ അത് മറ്റൊരാളിനെ ഇടിക്കുമെങ്കിൽ അവിടെ വെച്ച് നമ്മൾ ചലനം നിർത്തിക്കണം. നമുക്ക് കൈ ഇങ്ങനെ ആട്ടാം, എന്നാൽ നമ്മൾ വീശുന്ന ഈ കൈ മറ്റുള്ളവരുടെ മുഖത്ത് തട്ടുമെങ്കിൽ അങ്ങനെ ചെയ്യരുത്. എന്നാൽ മനസ്സുകൊണ്ട് ചെയ്യണമെന്നാണ് ആഗ്രഹം, പക്ഷെ അത് ചെയ്യാൻ പാടില്ല. അപ്പൊ നമ്മുടെ ബുദ്ധി എന്ത് ചെയ്യും? നമ്മളോട് പറയും, ബുദ്ധി പറയും അങ്ങനെ നീ കൈ നീട്ടരുത്. നീട്ടിയാൽ മറ്റവന്റെ മുഖത്തിടിക്കും, മുഖത്തിടിച്ച് അവൻ കേസ് കൊടുക്കും, കേസ് കൊടുത്താൽ പോലീസ് പിടിക്കും, നീ ഉള്ള അകത്തയക്കും. അങ്ങനെ മനസ്സിനെ പറഞ്ഞ് അതിനെ കൺട്രോൾ ചെയ്യാൻ ബുദ്ധിയുള്ള ഒരു വ്യക്തി മനസ്സുകൊണ്ട് മാത്രം പ്രവർത്തിക്കുന്നതിനേക്കാളും യോഗ്യനായ ഉയർച്ചയുള്ള ആളാണോ അല്ലയോ? കള്ളന്മാർക്ക് അറിയാം ഏതെങ്കിലും സ്ഥലത്ത് പൂട്ട് പൊട്ടിച്ച് പണം കവർന്നാൽ നാളെ പോലീസ് പിടിക്കും, ജയിലിൽ പോകുന്ന അറിയാം. എന്നാലും അവന്മാരെ കറക്റ്റ് അത് വീണ്ടും ചെയ്യുന്നുണ്ട്, അകത്ത് പോകുന്നുമുണ്ട്, ആണല്ലോ? അപ്പൊ അവർ ശ്രേഷ്ഠന്മാരാണോ? എന്നാൽ അങ്ങനെ ചെയ്താൽ ഉള്ളായി പോകുന്ന മനസ്സിലാക്കി അത് ചെയ്യാതെ ഇരിക്കുന്ന ആൾ, ചെയ്യണമെന്ന് ആഗ്രഹമൊക്കെ ഉണ്ട്, പിന്നെ ചെയ്യാതിരിക്കുന്ന ആള് അവരെക്കാളും കുറച്ചുകൂടി ബുദ്ധിയുള്ള ആൾക്കാരല്ലേ? അപ്പൊ മനസ്സിനെ ബുദ്ധി കൊണ്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ കുറച്ചുകൂടി ശക്തരാണോ, ശക്തരല്ലേ? ഒരു കൊച്ചുകുട്ടികൾ, ഒരു പഠനം നടന്നു കേട്ടോ, അമേരിക്കയിൽ ഒരു പഠനം നടന്നു. കൊച്ചുകുട്ടികൾ LKG പ്രായം ആയിട്ടില്ല, അവര് ഡേ കെയറിൽ കൊണ്ടുവിട്ടിരിക്കുക. നടന്ന സംഭവമാണ് കേട്ടോ. അവർക്ക് എല്ലാവർക്കും ഇങ്ങനെ നിരത്തി ഇരുത്തിയിട്ട് ഓരോ ചോക്ലേറ്റ്, അവർക്ക് ഇഷ്ടമുള്ള ചോക്ലേറ്റ് അവരുടെ ഫ്രണ്ടിൽ തട്ടില് വച്ചു.
എന്നിട്ട് ആ ടീച്ചർ പറഞ്ഞു ഞാൻ വെളിയിലോട്ട് പോകും, 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ വരും. എത്ര മിനിറ്റ് കഴിഞ്ഞിട്ട്? അതുവരെ നിങ്ങൾ ഈ ചോക്ലേറ്റ് കഴിക്കരുതെന്ന് പറഞ്ഞിട്ട് പോകും. കേൾക്കുന്നുണ്ടോ? ഒരു 30-40 പിള്ളേർ ഉണ്ട്. എല്ലാവർക്കും ഓരോ ചോക്ലേറ്റ് കൊടുത്തിട്ടുണ്ട്, തട്ടിൽ തന്നെ ഉണ്ട്, എല്ലാം കാണാം. പക്ഷെ പറഞ്ഞു ഞാൻ 10 മിനിറ്റ് കഴിഞ്ഞ് ഞാൻ വരും, അതുവരെ നിങ്ങൾ ഈ ചോക്ലേറ്റ് കഴിക്കരുത്. 10 മിനിറ്റ് ടീച്ചർ വെളിയിലോട്ട് പോകും. അത്ഭുതപ്പെടുത്തുന്ന ഒരു യാഥാർത്ഥ്യം എന്നറിയാമോ? പറയൂ, പിള്ളേർ എന്താണ് ചെയ്തത്? 3/4 പിള്ളേരും കഴിച്ചു. 3/4 പിള്ളേരും അവർക്ക് ബോധമൊക്കെ ഉണ്ട്, കഴിക്കാൻ പാടില്ല എന്നാ പറയും. എന്നാലും ആ ടെംപ്റ്റേഷൻ ഉള്ളത് കൊണ്ട് അതിനെ കൺട്രോൾ ചെയ്യാൻ അവർക്ക് കഴിച്ചു. അവരെന്ത് ചെയ്യുന്നറിയാമോ? അതെടുത്ത് കഴിച്ചോളാം. ടീച്ചർ ഒന്ന് നോക്കിയപ്പോൾ 3/4 ഭാഗം കഴിച്ചു. ഞാൻ കഴിക്കാനല്ലേ പറഞ്ഞ്, ആ ശരി എന്ന് പറഞ്ഞ് ബാക്കിയുള്ളവരെയും കൂടെ കഴിച്ചോളാൻ പറഞ്ഞു കേസ് വിട്ടു. നീണ്ട 15 വർഷങ്ങൾക്ക് ശേഷം ഇതേ പിള്ളേരെ ഈ ലോകത്തിന്റെ പല കോണുകളിലും വെച്ച് സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ചു. 20 വർഷം, നീണ്ട 20 വർഷങ്ങൾക്ക് ശേഷം. അതിൽ 20 വർഷങ്ങൾക്ക് ശേഷം ഈ പിള്ളേരെ കണ്ടപ്പോൾ, 20-25 വർഷങ്ങൾക്ക് ശേഷം ഇവരെ കണ്ടപ്പോൾ പല ആൾക്കാർ പല പൊസിഷനിലുമാണ്. അതില് ചുരുക്കം കുറെ ആൾക്കാർ നിയന്ത്രിച്ചല്ലോ, കഴിക്കല്ലേ എന്ന് പറഞ്ഞ് അനുസരിച്ച പിള്ളേര് വലിയ വലിയ കമ്പനിയുടെ CEO പോസ്റ്റിലും, നല്ല ഈ ഭരണയന്ത്രം തിരിക്കുന്ന ഡിസിഷൻ മേക്കിംഗ് പോസ്റ്റ് ഉണ്ടല്ലോ, ഡിസിഷൻ മേക്കിംഗ് പോസ്റ്റ്, ബ്രാഹ്മണിക്കൽ ഡിസിഷൻ മേക്കിംഗ് പോസ്റ്റ് ഉണ്ടല്ലോ, തീരുമാനമെടുക്കാൻ കഴിവുള്ള പോസ്റ്റുകളിൽ ഇവരിരിക്കും. എന്നാൽ ഉടനെ എടുത്ത് തിന്ന ടീമുകളെല്ലാം എടുപിടി സാധനങ്ങൾ തൂക്കിയെടുത്ത് അപ്പുറത്തിടുക, അപ്പുറത്തെടുത്ത് ഇപ്പുറത്തിടുക, ഇങ്ങനെ ബുദ്ധി തല വേണ്ടാത്ത ജോലികളെല്ലാം ബാക്കി ടീമുകളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുക. മനസ്സിലായ? അപ്പൊ ബ്രാഹ്മണിക്കൽ ക്വാളിറ്റി, ക്ഷത്രിയ ക്വാളിറ്റി, വൈശ്യ ക്വാളിറ്റി, ശുദ്ര ക്വാളിറ്റി എന്ന് മനസ്സിലായ? ഇതാ. അപ്പോ ചോദ്യം ഇതാണ്, ബുദ്ധി ആർക്കാണ് കൂടുതൽ? കഴിച്ച പിള്ളേർക്കാണോ ബുദ്ധി കൂടുതൽ, കഴിക്കാത്ത പിള്ളേർക്കാണോ ബുദ്ധി കൂടുതൽ? മനസ്സിലായ? അപ്പോ കഴിച്ച ആൾക്കാർക്ക് വികാരങ്ങളെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല, എന്ന് വെച്ചാൽ മനസ്സിനെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. കഴിക്കാത്ത ആൾക്കാർക്ക് മനസ്സ് പറയുന്നുണ്ട് തിന്ന് തിന്ന് തിന്നെന്ന്, എന്നാൽ അതിനെ കൺട്രോൾ ചെയ്യാൻ ബുദ്ധി കൊണ്ട് അവർക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പോ ചോദ്യം ഇതാണ്, ജഡപദാർത്ഥത്തിനേക്കാൾ ശ്രേഷ്ഠമാണ് ജീവനുള്ള ശരീരം. ജീവനുള്ള ശരീരത്തിൽ തന്നെ മനസ്സ് ആ ശരീരത്തിനേക്കാളും ശക്തമാണ്. എന്നാൽ ആ മനസ്സിന്റെ തോന്നിയാസത്തിന് ബുദ്ധി കൊണ്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ആള് ആ കൂട്ടത്തിൽ കുറച്ചുകൂടി ശക്തനാണ്. ആണല്ലോ? ഇത്ര മനസ്സിലായല്ലോ? ശരി. ഇനി അടുത്തത്, ഇതൊക്കെ ആണെങ്കിലും എപ്പോഴാണോ ഇതൊക്കെ ചെയ്യാൻ പറ്റുന്ന ആളിന് എന്ത് നിലവാരം ഉണ്ടായിരിക്കും? ബോധത്തിൽ വ്യത്യാസം ഉണ്ടോ ഇല്ലയോ? ജഡപദാർത്ഥത്തിന് ബോധമേ ഇല്ല, ജീവനുള്ള ശരീരത്തിന് ചെറിയൊരു ബോധം ഉണ്ട്. അതുകൊണ്ടാണല്ലോ ചലനം. ബോധം ഉണ്ടെന്ന് പറഞ്ഞാൽ അർത്ഥം ചലനം ഉണ്ടാവുന്നതാണ്. ഓക്കെ, ശരി. അതിനേക്കാളും മനസ്സും കൂടെ ശക്തമായിട്ടുള്ള ആളിന് കുറച്ചുകൂടി ബോധവികാസം ഉള്ള ആളാണ്, അല്ലെ? അതിനേക്കാൾ ബോധവികാസം കൂടുതലുള്ള ആളാരായിരിക്കും? ബുദ്ധി കൊണ്ട് കാര്യങ്ങൾ നിർണ്ണയിക്കുന്ന ആളാണ്, ആണല്ലോ? എന്നാൽ നമ്മള് ജഡപദാർത്ഥമല്ല, നമ്മളാകുന്ന വ്യക്തി ജഡപദാർത്ഥമല്ല, നമ്മളാകുന്ന വ്യക്തി ഈ ശരീരമല്ല, നമ്മളാകുന്ന വ്യക്തി എന്തല്ല? മനസ്സും നമ്മളാകുന്ന വ്യക്തിയല്ല. ബുദ്ധി എന്നുള്ള സാധനം ഉണ്ടല്ലോ, അതും നമ്മളല്ല. മനസ്സിലായ? അപ്പോ നമ്മൾ ആരാ? മനസ്സിലായ? നമ്മൾ ഈ ജഡപദാർത്ഥമല്ല, നമ്മൾ ഈ ശരീരമല്ല, നമ്മൾ മനസ്സല്ല, നമ്മൾ ബുദ്ധിയുമല്ല. എന്നാൽ ഇതെല്ലാം ഉള്ള നടുക്കുള്ള ഒരാളാണ് നമ്മൾ. അതിന്റെ പേരാണ് ആത്മാവ്. നമ്മൾ ആത്മാവാണ്. ആത്മാവിന് കിട്ടുന്ന ഉടുപ്പുകളാണ് ഏതൊക്കെ? ശരീരം, മനസ്സ്, ബുദ്ധി. പക്ഷെ ഈ മൂന്ന് നമുക്ക് കിട്ടുന്ന ഉടുപ്പാണ്. മനസ്സിലായ? ഇതിനെ ഇത്രയും ട്രെയിനിങ് വേണമെന്ന് പറയും. അപ്പൊ നമ്മളാകുന്ന വ്യക്തിക്ക് ട്രെയിനിങ് വേണ്ടേ? ആത്മാവിന് ട്രെയിനിങ് വേണം. ആത്മാവ് നമ്മുടെ ശരീരത്തിൽ ഉണ്ട് എന്നുള്ളതിന്റെ തെളിവാണ് ബോധം. ഇതാ അവബോധം. ഇതാ അവബോധം. പറയും അവബോധം. അവബോധം ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ എല്ലാം വർക്കൗട്ട് ആവും. മനസ്സ് വർക്കൗട്ട് ആവും, ബുദ്ധി വർക്കൗട്ട് ആവും, ശരീരം വർക്കൗട്ട്. അവബോധം ഇല്ലെങ്കിൽ നമ്മൾ ജഡപദാർത്ഥം. നേരത്തെ പറഞ്ഞില്ല ജഡപദാർത്ഥം. ജഡപദാർത്ഥം എന്നുള്ളത് എന്തെന്ന് ചോദിച്ചാൽ, മനസ്സ്, ബുദ്ധി, ശരീരം ഉടുപ്പുള്ള ആ ആത്മാവ് ചലിക്കും. എപ്പോഴാണ് ആ ആത്മാവ് ഈ ശരീരത്തിനെ ഉപേക്ഷിക്കുന്നത്, അത് ഉടനെ ജഡപദാർത്ഥമായി. പിന്നെ അവിടെ മനസ്സ് വർക്ക് ചെയ്യില്ല, ബുദ്ധി വർക്ക് ചെയ്യില്ല, ശരീരം വർക്ക് ചെയ്യില്ല. അപ്പൊ നമ്മൾ ആരാണെന്ന് ചോദിച്ചാൽ, നമ്മൾ മനസ്സാണോ, ശരീരമാണോ, ബുദ്ധിയാണോ? അല്ല, നമ്മൾ ആത്മാവാണ്.
അപ്പോൾ നമ്മൾ ഇവിടെ ഈ ലോകത്തിലുള്ള സകല ചർച്ചകളും നടക്കുന്നത് ശരീരം സംബന്ധിക്കുന്ന ചർച്ചകളാണ്, മനസ്സിനെ സംബന്ധിക്കുന്ന ചർച്ചകളാണ്, ബുദ്ധിയെ സംബന്ധിക്കുന്ന ചർച്ചകൾ ഈ ലോകത്ത് നടക്കുന്നുള്ളൂ. ശാസ്ത്രജ്ഞന്മാര് ശരീരത്തിനെ കുറിച്ച് പഠിച്ചപ്പോൾ അതിനെ അനാട്ടമി എന്ന് വിളിച്ചു. ഇത് ഈ പറഞ്ഞ മനസ്സിനെ കുറിച്ച് പഠനം നടത്തിയപ്പോൾ അതിനെ നമ്മൾ സൈക്കോളജി എന്ന് വിളിച്ചു. എന്നാൽ ബുദ്ധിയെ കുറിച്ച് സംസാരിച്ചപ്പോൾ നമ്മൾ അതിനെ മോട്ടിവേഷണൽ സ്പീച്ച് എന്നും നമ്മൾ വിളിച്ചു. എന്നാൽ ഈ മൂന്ന് നമ്മളല്ല, നമ്മൾ ആത്മാവ്. അതിനെക്കുറിച്ച് എവിടെയും ചർച്ച നടക്കുന്നുണ്ടോ? അവിടെ അതിനെക്കുറിച്ച് വല്ല ചർച്ച നടക്കുന്നുണ്ടോ? ആ ചർച്ച ചെയ്യുന്ന ആളിന്റെ പേരാണ് ബ്രാഹ്മണൻ. ആ ചർച്ച ചെയ്യുന്ന ആളിന്റെ പേരാണ് ബ്രാഹ്മണൻ. അതിന് വേണ്ടുന്ന സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന ഡ്യൂട്ടിയാണ് ഒരു ക്ഷത്രിയനുള്ളത്. അതിന് വേണ്ടുന്ന ആഹാര സാധനങ്ങൾ എത്തിക്കുന്ന ജോലിയാണ് വൈശ്യന്. അതിന് വേണ്ടുന്ന സപ്പോർട്ട് ചെയ്തു കൊടുക്കുന്ന ജോലിയാണ് ശൂദ്രന്. മനസ്സിലായോ? ഈ കർത്തവ്യം ഇന്നത്തെ ലോകം പാടെ മറന്നുപോയി. അതിനെ റീഎസ്റ്റാബ്ലിഷ് ചെയ്യുന്ന ജോലി രാജഋഷിമാരുടെ കയ്യിൽ നിന്ന് പോയി. ഇനി ആ ജോലി ആർക്കേ ഉള്ളൂ? ഗുരുശിഷ്യ പരമ്പരയുള്ളവർക്കാണ് ഉള്ളത്. അതാണ് നമ്മളിവിടെ ചെയ്തു കൊടുക്കുന്നത്. മനസ്സിലായല്ലോ? ഇതാ ഇവിടെ ക്ഷത്രിയന്റെ കയ്യിൽ നിന്ന് ഗാന്ധീവം താഴോട്ട് പോകുന്നു എന്ന് പറയുമ്പോൾ അതിന് കാരണം ഈ ലോകത്തിനെ കുറിച്ച് അദ്ദേഹത്തിന് ഭൗതികമായ വീക്ഷണമാണുള്ളത്. ഭൗതികമായ വീക്ഷണം എന്ന് പറയുമ്പോൾ എന്തെന്ന് ചോദിച്ചാൽ ശരീര സംബന്ധമായ വീക്ഷണം, മനസ്സ് സംബന്ധമായ വീക്ഷണം, ബുദ്ധി സംബന്ധമായ വീക്ഷണം മാത്രമേ ഉള്ളൂ. ഏത് വീക്ഷണമില്ല? ആത്മാവ് എന്നുള്ള വീക്ഷണം ഇല്ല എന്നർത്ഥം. മനസ്സിലായോ? അതുകൊണ്ടാണ് അർജുനൻ ഗാന്ധീവം താഴെ ഇടുന്നത്. നമ്മുടെ രാജകുമാര് ഇപ്പോഴത്തെ ഭരണാധികൾ ആൾറെഡി തറയിലിട്ട് കഴിഞ്ഞു. എന്നാൽ ആധ്യാത്മിക വീക്ഷണമുള്ള ആൾക്കാര് കർത്തവ്യത്തിന് പിന്മാറേണ്ട ആവശ്യം ഇല്ല. കാരണം എന്ത്? അദ്ദേഹത്തിന് അറിയാം, ഇത് ലോകാ സമസ്ത സുഖിനോ ഭവന്തു, ലോകത്തിന് എല്ലാവർക്കും നന്മ ഉണ്ടാകണം. ഈ ലോകം മുഴുവനും സ്വന്തം ആൾക്കാരെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ആരാണ് സ്വന്തം ആൾക്കാർ? സ്വന്തം കുടുംബക്കാർ. ഏത് സ്വന്തം കുടുംബക്കാർ? വാസുദേവ കുടുംബകം. ആത്മാവിന്റെ രീതിയിൽ നോക്കുമ്പോൾ ഇതും ആത്മാവ്, ഇതും ആത്മാവ്, ഇതും ആത്മാവ്, അതും ആത്മാവ്, കൃമി കീടങ്ങളും ആത്മാവ്, അല്ലെ? പുഴുവും കൃമിയും എല്ലാം ആത്മാവാണ്. ശരീരം മാത്രമേ വ്യത്യാസമുള്ളൂ എന്നുള്ള ആംഗിളിൽ നിന്നും ഈ ലോകത്തിനെ നോക്കി കാണുമ്പോൾ ആരെങ്കിലും അന്യരാണോ? അല്ല. ശരീര സംബന്ധമായ രീതിയിൽ നോക്കുമ്പോൾ ഇതെന്റെ അച്ഛൻ, ഇതെന്റെ അമ്മ, ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെ എന്റെ അനന്തരവൻ. അതുകൊണ്ട് നമുക്ക് ഫീലിംഗ് ഉണ്ടാകും. അത് ശാരീരിക സംബന്ധമായ വീക്ഷണമാണ്. മനസ്സംബന്ധമായ കുറച്ചുകൂടി നിലവാരം കൂടിയ വീക്ഷണകോണുണ്ട്. പിന്നെ ഉള്ളത് ബുദ്ധി സംബന്ധമായ വീക്ഷണകോണുണ്ട്. എന്നാൽ അതുക്കും മുകളിലാണ് ആധ്യാത്മികമായ വീക്ഷണകോൺ, വെച്ചാൽ സോൾ രീതിയിലുള്ള ഒരു വീക്ഷണകോൺ. അതിലേക്ക് എത്താനാണ് ആരോട് പറയുന്നത്? കൃഷ്ണൻ അർജുനോട് പറയുന്നത്. പക്ഷെ ഇപ്പൊ അർജുനന് ഏത് വീക്ഷണകോണാണുള്ളത്? ശാരീരിക സംബന്ധമായ വീക്ഷണകോണാണ്. അതുകൊണ്ടാണ് അതേ കർത്തവ്യത്തിൽ നിന്ന് പിന്മാറുന്നത്. എന്നാൽ കർത്തവ്യത്തിൽ നിന്ന് പിന്മാറാതെ കാര്യങ്ങൾ കറക്റ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഏത് വീക്ഷണകോണ് വേണം? അത് സോൾ രീതിയിലുള്ള വീക്ഷണകോണാണ് വേണം. മനസ്സിലായോ? അപ്പൊ സോൾ രീതിയിലുള്ള കോണിലൂടെ കണ്ടാൽ ഒരുപാട് കാര്യങ്ങൾ ഈ ലോകത്ത് മനസ്സിലാക്കാനും കാണാനും പറ്റും. ഇനിയുള്ള ദിവസങ്ങളിലുള്ള ചർച്ചയിൽ അതിനെക്കുറിച്ച് നമ്മൾ വിശാലമായി ചർച്ച ചെയ്യും. ഓക്കെ, ഞാൻ ഇന്ന് സമർത്ഥിക്കാൻ ശ്രമിച്ചത് നമ്മൾ ശാരീരിക നിലവാരത്തിൽ നിന്നും ഉയർന്ന് ആധ്യാത്മികമായ നിലവാരത്തിലേക്ക് എത്തേണ്ടതുണ്ട് എന്നതിനെ കുറിച്ചാണ് പറഞ്ഞു വരുന്നത് എന്ന് ഞാൻ സൂചിപ്പിക്കുകയാണ് ചെയ്യും. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ചോദിക്കുക. ഹരേ കൃഷ്ണ മഹാമന്ത്രം ആത്മാവിനുള്ള ആഹാരമാണ്. വീട്ടിൽ നിന്ന് നമ്മൾ 3 നേരം കഴിക്കുന്ന ചോറ് ശരീരത്തിന് കൊടുക്കുന്ന ആഹാരം. നല്ല നല്ല സംഗീതം കേൾക്കുക, ഇതുപോലെയൊക്കെ ഉള്ളത് മനസ്സിന് കൊടുക്കുന്ന ആഹാരം, അല്ലെ? അതേപോലെ ബുദ്ധിക്ക് കൊടുക്കുന്ന ആഹാരം എന്ന് പറയുന്നത് സത്സംഗമാണ്. സത്സംഗം. ഇപ്പൊ ഭഗവത്ഗീതയിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ മറ്റൊരു സ്ഥലത്ത് പറയുന്നുണ്ട്, എന്താണ്, കൃഷ്ണാർജുനന്മാർ തമ്മിലുള്ള പാവനമായ സംഭാഷണം ആരാണോ പഠിച്ചറിയുന്നത് അവർ ബുദ്ധി കൊണ്ട് എന്നെ ആരാധിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ. ഭഗവാൻ മറ്റൊരു സ്ഥലത്ത് പറയുന്നത് മന്മനാഭവം അദ്ഭുതം, മനസ്സുകൊണ്ട് നീ എന്നെ ആരാധിക്കുക എന്നാണ് പറയുന്നത്. അപ്പൊ നാമജപം, മാ എന്ന് പറഞ്ഞ മനസ്സ്, ദ്രം എന്ന് പറഞ്ഞാൽ ഉയർത്തെടുക്കുക. മനസ്സിനെ ഉയർത്തെടുക്കുന്ന പരിപാടിയാണ് മന്ത്രജപം. അത് ശരിക്കും മനസ്സിനെ ഉയർത്തിയെടുക്കാൻ മന്ത്രജപം ജപിക്കണം. ബുദ്ധിയെ ഉയർത്തിയെടുക്കാൻ സത്സംഗം, ഭഗവത്ഗീത ഭാഗവതത്തിനെ കുറിച്ചുള്ള ചർച്ച ചെയ്യണം. അപ്പോ നമ്മൾ ശരിക്കും ഹരേകൃഷ്ണ മഹാമന്ത്രം ജപിക്കുമ്പോൾ അത് ഫലത്തിൽ ഒരു ആത്മാവിനുള്ള ആഹാരവുമാണ്. അപ്പൊ മനസ്സിന് ശരീരത്തിന് ആത്മാവിന് നമ്മൾ ആഹാരം കൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി ഹരേകൃഷ്ണ മഹാമന്ത്രം ജപിക്കണം. മാ എന്ന് പറഞ്ഞാൽ മനസ്സ്, ദ്രം എന്ന് പറഞ്ഞാൽ ഉയർത്തെടുക്കുക, മന്ത്രം എന്ന് പറഞ്ഞാൽ മനസ്സിനെ ഉയർത്തെടുക്കുന്ന പരിപാടിയാണ്. ഹരേകൃഷ്ണ മഹാമന്ത്രം ജപിക്കുമ്പോൾ അത് നേരെ ആധ്യാത്മിക നിലവാരത്തിലാണ് അത് കണക്ട് ആവും. അതുകൊണ്ട് ഹരേകൃഷ്ണ മഹാമന്ത്രം നമ്മളെല്ലാം ജപിക്കാം. എല്ലാവരും ഒരുമിച്ച് ജപിക്കൂ. ഹരേ കൃഷ്ണ
കൃഷ്ണ കൃഷ്ണ ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഈ മന്ത്രജപം കൊണ്ട് നമുക്ക് മനസ്സിനെയും ആത്മാവിനെയും ശരീരത്തിനെയും ഒക്കെ ഒരേപോലെ സന്തോഷിപ്പിക്കാം. ഹരേ കൃഷ്ണ. താങ്ക് യു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. നമ്മുടെ ഓൺലൈനിലുള്ള ഡ്യൂട്ടീസിന് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കാവുന്നതാണ്. ഹരേ കൃഷ്ണ. ഓക്കെ, അപ്പൊ അടുത്ത ആഴ്ച നമുക്ക് വീണ്ടും കാണാം. അടുത്ത ആഴ്ച ശ്രീമദ് ഭഗവത്ഗീത 1-ാം അധ്യായം 30-ാമത്തെ ശ്ലോകമാണ്. ബാക്കി ദിവസങ്ങളിൽ നമുക്ക് രാവിലെ 9 മണി മുതൽ 10 മണി വരെ ഇതേ ലിങ്കിൽ ശ്രീമദ് ഭാഗവതം ക്ലാസ് എല്ലാ ദിവസവും ഞായറാഴ്ച വെച്ച ദിവസം രാവിലെ ഉണ്ട്. 8 മുതൽ 9 മണി വരെ ഇതേ ലിങ്കിൽ നമുക്ക് ചൈതന്യ ചരിതാമൃതം ക്ലാസ് ഞായർ ഒഴിച്ചുള്ള ദിവസങ്ങൾ വൈകുന്നേരം 5 മുതൽ 6 മണി വരെ ഉണ്ട്. ഇതെല്ലാം അഭയചരണം TV എന്നുള്ള ഒരു യൂട്യൂബ് ചാനലിൽ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എല്ലാ ഭക്തന്മാർക്കും ഇതിന്റെ സഹായം സത്സംഗത്തിന് വേണ്ടി സ്വീകരിക്കാവുന്നതാണ്. വളരെ സന്തോഷം. ഭഗവാൻ ഹരേ കൃഷ്ണ. ഗ്രന്ഥരാജ് ശ്രീമദ് ഭാഗവത ഭഗവത്ഗീത കി ജയ്. ശ്രീല പ്രഭുപാദ് കി ജയ്. ശ്രീല ഗുരുദേവ് ഗൗരവ ഹരേ.